എഴുതി വയ്ക്കപ്പെട്ട ഒന്നും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടരുത്. മഷഹദിലെ ഇടുങ്ങിയ ഇടവഴികളിൽ നിന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവിലേക്ക് അലി ഖൊമേനി നടന്നെത്തിയത് ഈ കാർക്കശ്യത്തിന്റെ കാഠിന്യം കൊണ്ടാണ്. വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസത്താൽ രൂപപ്പെട്ട, മതവിപ്ലവത്തിൽ ഊതിക്കാച്ചിയെടുത്ത, യുദ്ധത്തിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും പരിവർത്തനങ്ങളിലൂടെയും ഒരു രാജ്യത്തെ നയിക്കാൻ നിയുക്തനായ അലി ഖൊമേനിയുടെ കഥയാണിത്. പണ്ഡിതൻ, വിപ്ലവകാരി, അതിജീവനം രക്തത്തിലലിഞ്ഞവൻ, പരമോന്നത നേതാവ്. ഇറാനിൽ ജീവിച്ചിരിക്കെ ലെജൻഡായി മാറിയ അലി ഖൊമേനിയുടെ കഥയാരംഭിക്കുന്നത് 8 പതിറ്റാണ്ടുകൾ പിറകിലാണ്. 1939 ജൂലൈ 17-നാണ് നൂറ്റാണ്ടുകളുടെ ആത്മീയ ചരിത്രമുള്ള, തെരുവിലും മഞ്ഞുകാലത്തിന്റെ അവസാന നീർത്തുള്ളിയിൽ പോലും ആയത്തുകൾ നിറഞ്ഞ മഷഹദിൽ അലി ഖൊമേനി ജനിച്ചത്. ഷിയാക്കളുടെ 8ാമത്തെ ഇമാമായ ഇമാം റസയുടെ നഗരമാണ് മഷഹദ്. ജനനം മുതൽ ഇമാം റസയുടെ പ്രാർത്ഥനാ ജപങ്ങളുടെ നടുവിലേക്ക് കണ്ണു തുറന്ന അലി ആദ്യമായി പ്രതികരിച്ച ശബ്ദം മസ്ജിദിലെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിയ ബാങ്കിന്റെ വിളിയായിരുന്നുവെന്ന് ഇറാനിലെ അമ്മമാർ മക്കളോട് ആ ഇതിഹാസത്തിന്റെ കഥയോട് ചേർത്ത് പറയാറുണ്ട്. തന്നെ ദൈവത്തോട് അദൃശ്യമായി ബന്ധിപ്പിച്ച 1000 ചരടുകളുടെ കഥകൾ അലിയും ബാല്യത്തിൽ കേട്ടിരുന്നു. അവരുടെ വീട് സമ്പന്നമായിരുന്നില്ല. മതപണ്ഡിതനായിരുന്നു പിതാവായ ആയത്തുള്ള സയ്യിദ് ജവാദ് ഖൊമൈനി. മതം പഠിപ്പിക്കുന്നതിന് പുറമെ പ്രാർത്ഥനാ സദസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ചെറിയ വരുമാനമാണ് ആ വീട് നിലനിർത്തിയത്. എന്നാൽ വീട് സൃഷ്ടാവിനോടുള്ള അചഞ്ചലമായ ഭക്തിയും അച്ചടക്കവും കൊണ്ട് സമ്പന്നമായിരുന്നു. ജവാദ് ഖുമൈനി മഷഹദിലെമ്പാടും പരിചിതനായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചു. മുജ്തഹീദ് എന്ന സ്ഥാനപ്പേര് സ്വന്തമാക്കിയ ആളായിരുന്നു ജവാദ് ഖുമൈനി. ഇസ്ലാമിക പാണ്ഡിത്യത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു നിയമജ്ഞന് നൽകുന്ന സ്ഥാനപ്പേരാണത്. വ്യക്തിപരമായ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ പ്രാദേശിക കൗൺസിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും തന്റെ അറിവ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചിട്ടില്ല. ജവാദിന്റെ മാന്യത, മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ വിസമ്മതം, ഹലാലായ ഉപജീവനം തേടുന്നതിനുള്ള അദ്ദേഹത്തിന്റെ നിർബന്ധം, അത് കുട്ടിക്കാലത്തെ അലിയെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. മഷഹദ് തണുത്തു വിറയ്ക്കുന്ന ശൈത്യകാല രാത്രികളിൽ നെരിപ്പോടിൽ വിറക് വാങ്ങാൻ പണമില്ലാതെ അവർ ജീവിച്ചിട്ടുണ്ട്. അലിക്ക് നല്ല വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. എന്നാൽ ജവാദ് അറേബ്യയിലെ ഖലീഫമാരെക്കുറിച്ച് അലിയോട് പറഞ്ഞു. അവരുടെ പാത പിന്തുടരാൻ ഉപദേശിച്ചു. അലിയുടെ ആദ്യകാല ഓർമ്മകൾ കളിപ്പാട്ടങ്ങളെക്കുറിച്ചോ കുട്ടികളികളെക്കുറിച്ചോ ആയിരുന്നില്ല, മറിച്ച് പുസ്തകങ്ങളെക്കുറിച്ചായിരുന്നു. തുകൽ കിട്ടിയ വലിയ കൈയെഴുത്ത് പ്രതികൾ, അത് പിതാവ് വായ്പ വാങ്ങി കൊണ്ടുവരുന്നവയായിരുന്നു. ജവാദിന്റെ പഠനമുറി അങ്ങനെയാണ് അലിയുടെ പ്രാർത്ഥനാമുറിയായത്. അദ്ദേഹം ഇസ്ലാമിക നീതിശാസ്ത്രത്തിന്റെ ഗഹനമായ പേർഷ്യൻ ഗ്രന്ഥങ്ങൾ വായിക്കുകയോ തന്റെ മനോഹരമായ കൈയക്ഷരത്തിൽ കത്തുകൾ എഴുതുകയോ ചെയ്യുന്നത് നോക്കി ഒരു കൈക്കുഞ്ഞായിരുന്നപ്പോഴേ അലി ഏറെ നേരം വെറുതെ ഇരിക്കുമായിരുന്നു. വാക്കുകൾ എല്ലായ്പ്പോഴും മനസ്സിലായില്ല. പക്ഷെ കടം വാങ്ങിയ ആ പുസ്തകങ്ങളുടെ ഭാരം അപ്പോഴേ അലി മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ജോലിയുടെ ഗൗരവം അവൻ അനുഭവിക്കാൻ കഴിഞ്ഞു. വിശ്വാസമെന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അറിയുന്നതിന് മുൻപ് അറിവ് പവിത്രമായ ഒന്നാണെന്ന് അലി പഠിച്ചത് അങ്ങനെയാണ്. അലി അങ്ങനെ കുടുംബജീവിതത്തിന്റെ താളത്തിനനുസരിച്ച് രൂപപ്പെടുകയായിരുന്നു. മതം അവർ ഇടയ്ക്കിടെ ചർച്ച ചെയ്യുന്ന ഒന്നായിരുന്നില്ല, അതവർ ശ്വസിക്കുന്ന വായുവായിരുന്നു. അലിയുടെ മാതാവ് ഖദീജ അവനെ മടിയിൽ കിടത്തി മണിക്കൂറുകളോളം ഖുർആൻ ഓതുമായിരുന്നു. അവന്റെ ആത്മാവിൽ സ്നേഹത്തിന്റെ വിത്തുകൾ പാകുന്നത് പോലെ അവർ അവന്റെ ചെവികളിൽ അഹ്ലുൽ ബൈത്തിന്റെ പേരുകൾ മന്ത്രിക്കുമായിരുന്നു. മാതാവ് അവരുടെ വീടിന്റെ നിശബ്ദമായ നട്ടെല്ലായിരുന്നു. സൗമ്യയും ശക്തയുമായ സ്ത്രീ. അവർ പ്രാർത്ഥിക്കുന്ന സമയം മുഴുവൻ കരയുകയായിരിക്കും. കാരണം എന്താണെന്നറിയാതെ. അതുകൊണ്ട് അലിയും കരയും. അലിയുടെ ചെറിയ വീടിന് പുറത്തുള്ള ലോകം അതിവേഗം മാറുകയായിരുന്നു. മഷഹദിലും ഇറാനിലും 1941 അലിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഇറാന്റെ പിന്നീടുണ്ടായ രാഷ്ട്രീയ വിധികളെ എന്നേക്കുമായി മാറ്റിമറിച്ച സംഭവങ്ങളുണ്ടായത്. മതം, അതിലധിഷ്ഠിതമായ അധികാര ശ്രേണി എന്നിവയെ അടിച്ചമർത്തി ഇറാനെ നവീകരിക്കാൻ ശ്രമിച്ച രാജാവ് റസാ ഷാ പഹ്ലവി സഖ്യശക്തികളുടെ സമ്മർദ്ദത്താൽ അധികാരമൊഴിയാൻ നിർബന്ധിതനായി. 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരും സോവിയറ്റുകളും മാറി മാറി ഇറാൻ കൈയടക്കി. പരമാധികാര ഇറാൻ വിദേശ സാമ്രാജ്യങ്ങളുടെ കയ്യിൽ കരുക്കളായി മാറിയെന്ന് മതപണ്ഡിതർ തെരുവിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അലിയുടെ പിതാവ് ഈ വിദേശാധീശത്വത്തിന്റെയും സ്വാധീനത്തിന്റെയും കടുത്ത വിമർശകനായിരുന്നു. ഇറാനിൽ അനീതിയാണ് വിജയിക്കുന്നതെന്ന് 2 വയസ്സുകാരനായ അലിയോട് പോലും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഷാ ഇസ്ലാമിനെ ഒറ്റിക്കൊടുത്ത് രാജ്യത്തിന്റെ ആത്മീയ ഉണർവിനെ കെടുത്തിക്കളഞ്ഞെന്ന് ആ ചെറിയ പട്ടണത്തിൽ അദ്ദേഹം ഉറക്കെ പറഞ്ഞു. പടിഞ്ഞാറിനെതിരെ പ്രതിരോധം തീർക്കാനുള്ള അലി ഖൊമേനിയുടെ ആശയത്തിന് അവൻ്റെ ആദ്യത്തെ പഠന ക്ലാസ് അതായിരുന്നിരിക്കാം. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നില്ല, ഒരു ജിഹാദായിരുന്നു. 1942 അലിക്ക് 3 വയസ്സായപ്പോഴേക്കും വീട്ടിൽ അടിസ്ഥാന ഇസ്ലാമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. അത് അറബി അക്ഷരമാലയിൽ നിന്നായിരുന്നു തുടങ്ങിയത്. പിതാവും മാതാവും ക്ഷമയോടെ മകനെ പഠിപ്പിച്ചു. പേന പിടിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവൻ പൊടിയിൽ അക്ഷരങ്ങൾ വരച്ചു. ഓരോ അക്ഷരവും ഓരോ സ്വരചിഹ്നവും ദിവ്യജ്ഞാനത്തിലേക്കുള്ള താക്കോലുകളാണെന്ന് പിതാവ് ജവാദ് എപ്പോഴും അവനെ ഓർമ്മിപ്പിച്ചു. അലി ഖുറാനിലെ ചെറിയ സൂറത്തുകൾ മനഃപ്പാഠമാക്കാൻ തുടങ്ങി. അവൻ്റെ അമ്മയുടെ താളാത്മകമായ ശബ്ദം മൃദുവായ സൂക്തങ്ങളിലൂടെ അവനെ നയിച്ചു.
അവൻ അമ്മയ്ക്ക് പിന്നാലെ ആവർത്തിച്ചു. ആ പ്രായത്തിൽ പോലും ഖുറാൻ ഒരു ഇരുണ്ട മുറിയിൽ പ്രകാശം നിറയ്ക്കുന്നത് പോലെ തനിക്ക് തോന്നിയെന്ന് അലി ഖൊമേനി പിന്നീട് പ്രസംഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കഥകൾ, സ്വേച്ഛാധിപതികൾക്കുള്ള മുന്നറിയിപ്പുകൾ, അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള വാഗ്ദാനങ്ങൾ, അർത്ഥങ്ങളുടെ പൂർണ്ണമായ ആഴം അവന് മനസ്സിലായില്ലായിരിക്കാം. പക്ഷേ അനശ്വരമായ എന്തോ ഒന്നാണ് വായിക്കുന്നതെന്ന് അവന് സഹജമായി അറിയാമായിരുന്നു. 1943 അലിക്ക് 4 വയസ്സായപ്പോൾ ഖുറാനൊപ്പം പേർഷ്യൻ സാഹിത്യവും പഠിക്കാൻ തുടങ്ങി. ഒരു പണ്ഡിതൻ തൻ്റെ ജനങ്ങളുടെ ആത്മാവ് മനസ്സിലാക്കണമെന്ന് അവൻ്റെ പിതാവ് വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം പേർഷ്യൻ കവിതയും ഗദ്യവും ആ ആത്മാവിൻ്റെ വാഹകരായിരുന്നു. സാദി, ഹാഫിസ്, ഫിർദൗസി എന്നിവരുടെ കൃതികൾ പിതാവ് അവനെ പരിചയപ്പെടുത്തി. അവ ലളിതമായിരുന്നെങ്കിലും ഭാഷയുടെയും വിശ്വാസത്തിൻ്റെയും ചാരുതയിൽ വാക്കുകൾ നൃത്തം ചെയ്യുന്നത് പോലെ അലിക്ക് തോന്നി. സാദിയുടെ ഗുലിസ്ഥാനാണ് അലി ഏറ്റവും ആഴത്തിൽ സ്പർശിച്ചത്. അദ്ദേഹത്തിൻ്റെ കഥകൾ ലളിതമായിരുന്നു, എന്നാൽ ഇസ്ലാമിൻ്റെ ധാർമ്മിക വ്യക്തതയാൽ സമ്പന്നമായിരുന്നു. ഗുലിസ്ഥാനിലെ ഒരു കഥ ചെറുപ്പത്തിൽ താൻ വായിച്ചത് പിന്നീടുള്ള പ്രഭാഷണങ്ങളിൽ അലി ഖൊമേനി ഓർക്കാറുണ്ട്. സ്വന്തം ജനതയുടെ നിലവിളി അവഗണിച്ച് പതനം നേരിട്ട ഒരു രാജാവിൻ്റെ കഥ. ആ കഥ ചെറുപ്പത്തിലെ അലിയുടെ മനസ്സിൽ പതിഞ്ഞു. ഭരണാധികാരികൾക്ക് അധികാരത്തോടല്ല, നീതിയോടാണ് ഉത്തരവാദിത്തമെന്ന് പിതാവ് അലിയോട് പറഞ്ഞു. സാഹിത്യവും വേദഗ്രന്ഥവും തമ്മിലുള്ള അതിരുകൾ അലിയുടെ ചെറുപ്പത്തിൽ തന്നെ മായാൻ തുടങ്ങി. കവികളുടെ വാക്കുകൾ, ഖുറാനിലെ സൂക്തങ്ങൾ, പള്ളിയിൽ കേട്ട പ്രസംഗങ്ങൾ എല്ലാം ഒരൊറ്റ തിരിച്ചറിവിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ജീവിതം ആസ്വാദനത്തിനുള്ളതല്ല, ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. അറിവ് പ്രശസ്തിക്ക് വേണ്ടിയുള്ളതല്ല, മാർഗദർശനത്തിന് വേണ്ടിയുള്ളതാണ്. നീതി ഒരു സ്വപ്നമല്ല, ഒരു കടമയാണ്. ആധുനിക ഇറാൻ എങ്ങനെയായിരിക്കണമെന്ന് അലി ആ കഥകളിലൂടെ അറിഞ്ഞിരിക്കണം. അലിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഔപചാരിക മതപഠനം തുടങ്ങാൻ പിതാവ് തീരുമാനിച്ചത്. അതിനിടെ അറബ് അക്ഷരമാലയ്ക്കപ്പുറം ഗഹനമായ കൈയെഴുത്ത് പ്രതികൾ പോലും അക്ഷരങ്ങൾ പെറുക്കിയെടുത്ത് അലി വായിച്ചു തുടങ്ങിയിരുന്നു. അതുവരെ പഠനം വീടിൻ്റെ ഊഷ്മളമായ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു. അറിവ് മാത്രമല്ല, അസാധാരണമായ ആത്മീയത കൈവശമായിരുന്ന അച്ഛനും അമ്മയുമായിരുന്നു ഗുരുക്കന്മാർ. എന്നാൽ ഇപ്പോൾ മക്തബ് ഖാനെ എന്ന പരമ്പരാഗത മതപാഠശാലയുടെ ചിട്ടയായ ലോകത്തേക്ക് അലി ആദ്യ ചുവടുവയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. പഴകിയ പുസ്തകങ്ങളുടെ ഗന്ധം, തറയിലെ പരിക്കൻ പായകൾ, അധ്യാപകൻ ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന നിശബ്ദത എന്നിവയെല്ലാം അലിക്ക് പുതുമയായിരുന്നു. വിദ്യാലയം പ്രാകൃത രൂപത്തിലുള്ളതായിരുന്നു. മതത്തിനു വേണ്ടി പണം നൽകാൻ ഇറാന് മനസ്സുണ്ടായിരുന്നില്ല. ചുമരുകൾ ശൂന്യമായിരുന്നു, വെളിച്ചം മങ്ങിയതായിരുന്നു. അവരുടെ ഡെസ്കുകൾ ഇഷ്ടിക അടുക്കി അതിനു മുകളിൽ വെച്ച പലകകൾ മാത്രമായിരുന്നു. എന്നാൽ അലിക്ക് അത് മറ്റൊരു ലോകത്തേക്കുള്ള കവാടം പോലെയായിരുന്നു. അവിടെ അലി ഒരു കുട്ടിയായിരുന്നില്ല, താലിബായിരുന്നു, അറിവ് തേടുന്നവൻ. മക്തബ് ഖാനയുടെ പഠന പദ്ധതി ലളിതവും എന്നാൽ കഠിനവുമായിരുന്നു. ഖുറാൻ വചനങ്ങൾ വള്ളിപുള്ളി വിടാതെ മനഃപാഠമാക്കിയാണ് അലി തുടങ്ങിയത്. അലിക്കൊപ്പം 100-ലേറെ കുട്ടികളുടെ ശബ്ദങ്ങൾ ഒരുമിച്ച് ഒരു നേർത്ത ഗാനം പോലെ ഉയർന്നു. അവരുടെ കൈകൾ നീരുവന്ന് വീർക്കും വരെ അവർ അറബി അക്ഷരങ്ങൾ പകർത്തിയെഴുതി. വ്യാകരണത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിച്ചു. ഇസ്ലാമിൻ്റെ വിശുദ്ധ ഭാഷയ്ക്ക് അടിവരയിടുന്ന ഘടനകൾ അലി വേഗം മനഃപ്പാഠമാക്കി. ഓരോ ദിവസവും ആ കുട്ടികൾക്കൊരു പരീക്ഷയായിരുന്നു. ഓർമ്മശക്തിയുടെയും ധാരണയുടെയും മാത്രമല്ല, അച്ചടക്കത്തിൻ്റെയും വിനയത്തിൻ്റെയും സൃഷ്ടാവിനോടുള്ള അർപ്പണത്തിൻ്റെയും. അലിക്ക് 6 വയസ്സായപ്പോഴേക്കും നഹ്വ് എന്ന അറബി വ്യാകരണ രീതി ഗൗരവമായി പഠിക്കാൻ തുടങ്ങിയിരുന്നു. വ്യാകരണം പഠിക്കാതെ ഖുറാൻ തന്നെ ഒരു താക്കോലില്ലാത്ത വാതിൽ പോലും മറിഞ്ഞിരിക്കുമെന്ന് മതപാഠശാലയിലെ അധ്യാപകൻ അലിയോട് പറഞ്ഞു. അലി തൻ്റെ പ്രായത്തിനപ്പുറമുള്ള ഗൗരവത്തോടെയാണ് അതിനെ സമീപിച്ചത്. അറബി ഇറാൻ്റെ മാതൃഭാഷയായിരുന്നില്ല, എന്നിട്ടും അത് അവരുടെ വിശ്വാസത്തിൻ്റെ വാഹകനായിരുന്നു. അതിനെ തെറ്റിദ്ധരിച്ചാൽ ദൈവിക വെളിപാടുകളെ തെറ്റി വ്യാഖ്യാനിക്കുന്നതിന് തുല്യമാകുമായിരുന്നു. അത് അലിക്ക് അനുവദിക്കാൻ കഴിയില്ലായിരുന്നു. ആദ്യം ലളിതമെന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ ആഴത്തിലേക്ക് പോകുന്തോറും കെട്ടുപിണഞ്ഞ സങ്കീർണതകളുള്ള പ്രാഥമിക വ്യാകരണ ഗ്രന്ഥമായ അൽ അജറൂമിയ പോലുള്ള കൃതികളിൽ അലി വിദഗ്ധനായി. അതിൻ്റെ യുക്തിയും കൃത്യതയും ഓരോ വാക്യവും ഒരു ദൈവിക വെളിച്ചം എങ്ങനെ പിന്തുടരുന്നു എന്നതും അലിയെ ആകർഷിച്ചു. അവരുടെ വീട്ടിലെ എണ്ണവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ പ്രാർത്ഥനകൾ പോലെ അലി വിഭക്തികളും വ്യാകരണ നിയമങ്ങളും സ്വയം മന്ത്രിച്ചുകൊണ്ട് നീണ്ട രാത്രികൾ ചെലവഴിച്ചിരുന്നു. വ്യാകരണത്തോടൊപ്പം ഫിഖ് എന്ന കർമ്മശാസ്ത്രം, ദൈവശാസ്ത്രമായ അഖായിദ്, ധാർമ്മികതയുടെ പാഠങ്ങൾ നൽകുന്ന അഖ്ലാഖ് എന്നിവയിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അലി വായിക്കാൻ തുടങ്ങി. അലിയുടെ പിതാവ് ഷർഹ് അൽ അംസലിയുടെ ഒരു പഴകിയ പകർപ്പ് അവന് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, "ഇതാണ് നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇത് നീ പഠിച്ചാൽ നിനക്ക് എന്തും കെട്ടിപ്പടുക്കാൻ കഴിയും." അലി അത് ഹൃദയത്തിൽ സ്വീകരിച്ചു. ഒരു വിദ്യാർത്ഥിയായി മാത്രമല്ല, മതപരമായ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം വേണ്ടുന്ന വിധം ഉൾക്കൊണ്ട ഒരാളായി അപ്പോഴേക്കും അലി മാറിയിരുന്നു. സ്കൂളിൻ്റെ മതിലുകൾക്ക് പുറത്തുള്ള ലോകം മതം പറയും പോലെയല്ല പ്രവർത്തിക്കുന്നതെന്ന് അലിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് ഈ സമയത്താണ്. അവിടെ ഇസ്ലാമിൻ്റെ ധാർമ്മികതയും നീതിയുമില്ല. ഇറാനിലെമ്പാടും കൊടും ദാരിദ്ര്യവും വിദേശാധിനിവേശവും രാജഭരണം അഴിമതിയുടെ കൂത്തരങ്ങായിരിക്കുന്നു. അലി പഠിക്കുന്ന കാര്യങ്ങളുടെ സൗന്ദര്യവും പുറത്തുള്ള ലോകത്തിൻ്റെ വൈരൂപ്യവും തമ്മിലുള്ള പൊരുത്തക്കേട് അവനെ അലട്ടാൻ തുടങ്ങി. പക്ഷേ 6 വയസ്സുകാരൻ്റെ ഇഷ്ടക്കേടിനും അതിൻ്റെ സൗന്ദര്യമുണ്ടായിരുന്നു.
അലിയുടെ 7-ാം വയസ്സിൽ 1946-ൽ അത്ര നല്ലതല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വഷളായ എന്തോ ഒന്ന് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് പൊതുവെ മതപണ്ഡിതർക്കിടയിൽ സംസാരമുണ്ടായിരുന്നു. പഠനത്തിന്റെ ഇടവേളകളിൽ മുതിർന്ന വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് അലി ശ്രദ്ധിക്കാൻ തുടങ്ങി. പലപ്പോഴും അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ വ്യത്യസ്ത ചിന്തകളുള്ള മതപണ്ഡിതരെക്കുറിച്ചുള്ള നിശബ്ദ സംഭാഷണങ്ങൾ. അവർ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിനപ്പുറത്തേക്ക് പഠിപ്പിക്കുന്ന ചില പണ്ഡിതരെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവർ നിലവിലുള്ള വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്ലാമിനെ ഒരു വ്യക്തിപരമായ മോചനമായിട്ടല്ല, മറിച്ച് ഒരു പൂർണ്ണ രാഷ്ട്രീയവും സാമൂഹികവുമായ വ്യവസ്ഥയായിട്ടാണ് കാണുന്നത്. വിദേശാധിപത്യത്തെക്കുറിച്ചും സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചും അധികാരത്തിലുള്ളവർ ഇസ്ലാമിക മൂല്യങ്ങളെ ഒറ്റുകൊടുത്തതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ സംവാദങ്ങളിൽ ചേരാൻ സാധിക്കാത്ത വിധം അലി ചെറുപ്പമായിരുന്നു. പക്ഷെ അവൻ ശ്രദ്ധയോടെ കേട്ടു, എല്ലാം വായിച്ചു. സയ്യിദ് ജമാലുദ്ദീൻ അസദാബാദിനെ പോലുള്ള ചിന്തകരുടെ കൃതികളിലേക്ക് പതുക്കെ അലി ആകർഷിക്കപ്പെട്ടു. അലിയുടെ പിതാവിന് ജമാലുദ്ദീൻ അസദാബാദിനോട് കടുത്ത ആരാധനയായിരുന്നു. ഇസ്ലാമിക ഐക്യം, സാമ്രാജ്യത്വത്തോടുള്ള പ്രതിരോധം, ഇറാനിയൻ ഉണർവിൻ്റെ ആവശ്യം എന്നിവയെക്കുറിച്ചായിരുന്നു സയ്യിദ് ജമാൽ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നില്ലെങ്കിലും അവയുടെ പിന്നിലെ ചൈതന്യം അലിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇസ്ലാം ഉയർത്തെഴുന്നേൽക്കണം. ലോകം കത്തിയെരിയുമ്പോൾ മുസ്ലിം ഉറങ്ങാൻ പാടില്ല. ഈ സമയത്താണ് അലി ആദ്യമായി ആയത്തുള്ള ഖുമൈനിയുടെ പേര് കേട്ടത്. മുതിർന്ന പുരോഹിതന്മാർ ആദരവോടെയാണ് ആയത്തുള്ള റൂഹുള്ള മുസവി ഖുമൈനിയെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അതീവ ഗൗരവക്കാരായ പണ്ഡിതന്മാർക്കിടയിൽ ആയത്തുള്ള ഖുമൈനി അസാധാരണമായ വ്യക്തതയും ധൈര്യവുമുള്ളൊരു മനുഷ്യനായി അംഗീകരിക്കപ്പെട്ടിരുന്നു. അലിക്ക് കൗതുകം തോന്നി. അവന് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീട്ടിൽ ആധുനിക അർത്ഥത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. പിതാവ് ജവാദ് ഒരിക്കലും ഏതെങ്കിലും വിഭാഗങ്ങളുമായോ പാർട്ടികളുമായോ ചേർന്നിരുന്നില്ല. എന്നാൽ നീതിയെക്കുറിച്ചും ഭരണവർഗം ഇസ്ലാമിനെ ഒറ്റുകൊടുത്തതിനെക്കുറിച്ചും സത്യം ഉയർത്തിപ്പിടിക്കേണ്ട കടമയെക്കുറിച്ചും അദ്ദേഹം ആവേശത്തോടെ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മതം നിഷ്ക്രിയമായിരുന്നില്ല, അത് സജീവമായിരുന്നു, കർമ്മോത്സുകമായിരുന്നു. ഇസ്ലാം ഒരു വ്യക്തിയുടെ ആരാധനാരീതി മാത്രമല്ലെന്നും അത് രാഷ്ട്രീയമാണെന്നും അലിക്ക് പതിയെ മനസ്സിലാവുകയായിരുന്നു. ആ 6 വയസ്സുകാരൻ ആവേശഭരിതനായി. അവന് കഴിയാവുന്ന രീതിയിൽ അവൻ ഇമാം ഖുമൈനിയുടെ ചിത്രം വരച്ചു. എപ്പോഴും ആ പേര് പറഞ്ഞു. 8 വയസ്സിൽ അലിയുടെ മതപഠനത്തിന് ഔപചാരിക രൂപമായി. പിതാവിൻ്റെ പദ്ധതിയായിരുന്നു. മഷഹദിലെ ഹൗസ ആശ്രമത്തിൽ ഒരു മുഴുവൻ സമയ പുരോഹിതനാകാനുള്ള പഠനത്തിന് പ്രവേശനം ലഭിച്ചു. അത് വെറുമൊരു പഠനം മാത്രമായിരിക്കില്ലെന്ന് പിതാവിന് അറിയാമായിരുന്നു. 1000-ലധികം വർഷം പഴക്കമുള്ള ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായി മാറി. ഇമാമുമാരുടെയും പ്രവാചകന്റെ സഹചാരികളുമായും നൂറ്റാണ്ടുകളിലൂടെ വിശ്വാസം സംരക്ഷിച്ച എല്ലാ മഹത്തായ ഉലമാക്കളുമായും അലിയെ ബന്ധിപ്പിക്കുന്ന പാണ്ഡിത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു ശൃംഖലയായിരുന്നു ഹൗസ ആശ്രമം. ഹൗസ അലിക്ക് മറ്റൊരു ലോകം തന്നെയായിരുന്നു. പണമില്ലാത്തതിനാൽ ആധുനിക ക്ലാസ് മുറികൾ അവിടെ ഉണ്ടായിരുന്നില്ല. പാഠങ്ങൾ പള്ളികളിലും മുറ്റങ്ങളിലും ചില അനുഭാവികളുടെ വീടുകളിലും ഊഴമിട്ടാണ് നടന്നിരുന്നത്. വ്യാകരണവും യുക്തിയും മുതൽ ദേവശാസ്ത്രവും നിയമവും വരെ അവിടെ ചർച്ച ചെയ്തു. അവരുടെ അധ്യാപകർ അക്കാലത്ത് ഇറാനിലെ തന്നെ ഏറ്റവും മികച്ചവരായിരുന്നു. മുഴുവൻ ഗ്രന്ഥങ്ങളും മനഃപ്പാഠമാക്കിയവർ. അവരുടെ ഉറക്കം പോലും ആരാധനയായി തോന്നുന്നത്ര തപസ്സോടുകൂടി ജീവിച്ചവർ. ഹൗസയിലെ ഈ ആദ്യ വർഷങ്ങളിലാണ് അലി യഥാർത്ഥ പാണ്ഡിത്യത്തിന്റെ കാഠിന്യം അനുഭവിച്ചത്. അവിടെ സർഫ്, നഹ്വ്, യുക്തിശാസ്ത്രമായ മന്തിഖ് എന്നിവ പഠിച്ചു. ഫിക്കിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു ചെന്നു. വ്യാഖ്യാനങ്ങളെക്കുറിച്ച് സംവാദം നടത്തി, മനഃപ്പാഠമാക്കി. അച്ചടക്കത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ഒരു താളത്തിൽ ജീവിച്ചു. അലിക്ക് സ്വയം ഒരു കുട്ടിയായി തോന്നിയില്ല. അറിവിൻ്റെ പാതയിൽ ഇനി പുസ്തകങ്ങൾ മാത്രമല്ല, അതിൽ വിമോചനവും ഉണ്ടായിരുന്നു. 1948 അലിക്ക് 9 വയസ്സ്. അലിയുടെ പ്രായത്തിലുള്ള കുട്ടികൾ മഷഹദിന് പുറത്തുള്ള പാതകളിലൂടെ പക്ഷികളെ പിന്തുടർന്നും വയലുകളിൽ കളിച്ചും അവരുടെ ദിനരാത്രങ്ങൾ ചെലവഴിച്ചപ്പോൾ അലി പഠനമുറികളിൽ മണിക്കൂറുകളോളം ഇരുന്ന് കയ്യെഴുത്ത് പ്രതികൾ പകർത്തുകയായിരുന്നു. അവിടെ കട്ടിയേറിയ കുറെ വാല്യങ്ങളും അലി പരിചയപ്പെട്ടു. അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തങ്ങൾക്ക് ഇറാനിൽ ഒരു കൊച്ചുകുട്ടിയുമായി എന്ത് ബന്ധമെന്ന് ചിന്തിക്കാൻ മാത്രം അലി വളർന്നു. 1949 10 വയസ്സായപ്പോഴേക്കും പൊതുസദസ്സുകളിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അലി ചെറിയ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. മഷഹദിലെ ആദരണീയരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിലും ദർസുകളിലും അലി പങ്കെടുക്കാൻ തുടങ്ങിയിരുന്നു. അവരിൽ ഒരാളായിരുന്നു ആയത്തുള്ള മിലാനി. അറിവിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രൗഢമായ വ്യക്തിത്വം. മിലാനിയുടെ ആശയവ്യക്തതയും ധാർമ്മിക ശക്തിയും അലിയിൽ വലിയ സ്വാധീനം ചെലുത്തി. യഥാർത്ഥ പാണ്ഡിത്യം എപ്പോഴും ഉത്തരവാദിത്വത്തോട് ചേർന്ന് നിൽക്കണമെന്ന് അലി അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. നീതിയെ സേവിക്കാത്ത അറിവ് ശൂന്യമാണ്. ഷെയ്ഖ് ഹാഷിം ദസിനിയുടെ കീഴിലുള്ള അധ്യയനവും അലിക്ക് പുതുമയായിരുന്നു. എത്ര നിഷ്കളങ്കമായി തോന്നിയാലും അലിയുടെ ചോദ്യങ്ങളെ അദ്ദേഹം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. അക്കാലത്ത് മഷഹദിലെ ഹൗസ തീവ്രമായ ഊർജ്ജത്താൽ നിറഞ്ഞിരുന്നു. ഇടനാഴികളിൽ മതത്തേക്കാൾ മതത്തിന്റെ അടിത്തറയിൽ പണിയപ്പെടുന്ന ഒരു ഇറാനെക്കുറിച്ചുള്ള സംവാദങ്ങളാണ് നടന്നിരുന്നത്. 1950 അലിക്ക് 11 വയസ്സായപ്പോൾ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ ഹസലുൽ ബന്നയുടെ ആശയങ്ങൾ അലി പരിചയപ്പെട്ടു. 1949 ഹസലുൽ ബന്ന ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു.
നീതിക്കും സ്വാതന്ത്ര്യത്തിനും കോളനിവൽക്കരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിനും ആഹ്വാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന ആശയം ഇറാനിൽ അക്കാലത്ത് പ്രചാരത്തിലായിരുന്നു. അത് മുസ്ലിം ബ്രദർഹുഡിനോട് ചേർന്ന് നിന്നിരുന്നു. അലി രഹസ്യമായി ഇസ്ലാമിക രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. പ്രശസ്തരായ ചില വിദ്യാർത്ഥികളുമായി ആശയങ്ങൾ പങ്കുവച്ചു. എല്ലാവരും ജാഗ്രതയിലായിരുന്നു. മഷദ് അപ്പോഴും അധികാരികളുടെ കർശന നിരീക്ഷണത്തിലും. ഏതാണ്ട് അടിയന്തരാവസ്ഥ പോലെ. 1951 അലിക്ക് 12 വയസ്സായിരുന്നപ്പോൾ ആധുനിക ഇറാന്റെ ഭാവി എന്നേക്കുമായി മാറ്റിയ വലിയ സംഭവമുണ്ടായി. പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മുഹമ്മദ് മൊസാദെക്ക് ഇറാന്റെ എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചു. ഒരു മതേതര ദേശീയവാദിയായിരുന്നെങ്കിലും സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ മുഹമ്മദ് മൊസാദെക് എന്ന് ഇറാൻ വിശ്വസിച്ചിരുന്നു. ഇറാന്റെ എണ്ണ ദേശസാൽക്കരണത്തിന് പരിഷ്കരണവാദികളുടെയും മിതവാദികളുടെയും മതപണ്ഡിതരുടെ പോലും പിന്തുണ ലഭിച്ചു. ദശാബ്ദങ്ങളായി ബ്രിട്ടീഷുകാർ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയിലൂടെ ഇറാന്റെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നുവെന്ന് അവർ കരുതി. മൊസാദെക് ഇറാന്റെ എണ്ണയുടെ നിയന്ത്രണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അലി പാകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിരുന്നു. മതം ഔദ്യോഗികവും രാഷ്ട്രീയം അനൗദ്യോഗികവും. എണ്ണ ദേശസാൽക്കരണത്തെ പിന്തുണച്ച് നടന്ന ചെറിയ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ അലി പങ്കെടുത്തു. ആ മീറ്റിംഗിലും അവർ പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിച്ചത്. അവർ ഒറ്റുകാരെ ഭയന്നു. 1948 മുതൽ 1951 വരെയുള്ള ഈ വർഷങ്ങൾ അലി പിന്നീട് താൻ ആരായിത്തീരുമെന്നതിന് അടിത്തറയിടുകയായിരുന്നു. അലി വെറുതെ പുസ്തകങ്ങൾ പഠിക്കുകയായിരുന്നില്ല. വിശ്വാസവും രാഷ്ട്രീയവും പാരമ്പര്യവും ആധുനിക സ്വേച്ഛാധിപത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് അലി സാക്ഷിയാവുകയായിരുന്നു. ഇസ്ലാം ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒന്നല്ല, മറിച്ച് അതിനെ രൂപാന്തരപ്പെടുത്താനുള്ള രാഷ്ട്രീയ ആഹ്വാനമാണെന്ന് അലി കണ്ടെത്തുകയായിരുന്നു. ആ വിളിക്കുത്തരം നൽകാൻ അലി തയ്യാറായിരുന്നു. 1952 അലിയുടെ 13-ാം വയസ്സിൽ ഉന്നത മതപഠനത്തിനായി ഇറാഖിലെ നജഫിലേക്ക് പോയി. ഷിയാ മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നും അവരുടെ ബൗദ്ധിക പാരമ്പര്യത്തിന്റെ ഹൃദയമിടിപ്പുമായിരുന്നു നജഫ്. അവിടേക്ക് കൂടുമാറാനുള്ള തീരുമാനം ഒരു ചെറിയ കാലയളവിലേക്കാണെങ്കിൽ പോലും അത്ര നിസ്സാരമായിരുന്നില്ല. ആ നഗരത്തിലേക്ക് കാൽവെച്ചപ്പോൾ പുരാതന ചരിത്രത്തിലേക്ക് കടന്നു ചെന്നതുപോലെ എനിക്ക് തോന്നി. ഇമാം അലിയുടെ ശവകുടീരത്തിന്റെ സ്വർണ്ണ താഴികക്കുടം ഒരു ദൈവിക കോമ്പസ് പോലെ ആകാശത്തെ തുളച്ചു നിന്നു. കൂടാതെ ഷിയാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള പുരോഹിതന്മാരും വിദ്യാർത്ഥികളും തീർത്ഥാടകരും സത്യം തേടുന്നവരുമായി തെരുവുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. അന്ന് അലി വെറും ഒരു കൗമാരക്കാരനായ വിദ്യാർത്ഥി മാത്രമായിരുന്നു. പക്ഷേ ആ ഇടുങ്ങിയ ഇടവഴികളിലും തിരക്കേറിയ പ്രഭാഷണ ഹാളുകളിലും അലി പണ്ഡിതരോടൊപ്പം സ്വയം കണ്ടെത്തി. നജഫിലെ ദിനങ്ങൾ തീവ്രമായിരുന്നു. ക്ലാസുകൾ ആഴത്തിലുള്ളതായിരുന്നു. അലിയുടെ ബൗദ്ധിക പരിമിതികളെ ഉത്തേജിപ്പിച്ച ഉസ്ലുൽ ഫിഖ്, കലാം, വ്യാഖ്യാനം എന്നിവയിലെ പാഠങ്ങൾ മറ്റ് ഡസൻ കണക്കിന് വിദ്യാർത്ഥികൾക്കൊപ്പം അലി തറയിലിരുന്ന് പണ്ഡിതന്മാർ സംസാരിച്ച ഓരോ വാക്കും പകർത്തിയെഴുതുമായിരുന്നു. 1953 ആഗസ്റ്റിൽ അലി ഇറാനിലേക്ക് മടങ്ങി. സമാധാനത്തിലേക്കല്ല, മറിച്ച് അരാജകത്വത്തിലേക്കാണ് അലി കയറി ചെന്നത്. തെരുവുകളിലെ അന്തരീക്ഷം മാറിയിരുന്നു. 1953 ആഗസ്റ്റ് മാസം അമേരിക്കൻ ചാര സംഘടനയായ CIA പിന്തുണയുള്ള അട്ടിമറി കൊടുങ്കാറ്റ് പോലെ ഇറാനിൽ ആഞ്ഞു വീശി. ഇറാന്റെ എണ്ണ ദേശസാൽക്കരിക്കാനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളെ വെല്ലുവിളിക്കാനും ധൈര്യപ്പെട്ട സ്വതന്ത്ര ദേശീയവാദി നേതാവായിരുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദെകിനെ അവർ പുറത്താക്കി. CIA-യും MI6-ഉം രഹസ്യ ഓപ്പറേഷനുകളിലൂടെയും പ്രാദേശിക സഹായികളെ ഉപയോഗിച്ചും അധികാരം പിടിച്ചെടുത്ത് ഷാ പഹ്ലവിമാരുടെ രാജവാഴ്ചയ്ക്ക് തിരികെ നൽകിയ അട്ടിമറിയായിരുന്നു അത്. 14 വയസ്സായിരുന്നെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് അലി മനസ്സിലാക്കി. അത് വെറുമൊരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല, ആത്മീയ മുറിവായിരുന്നു. ഇറാന്റെ പരമാധികാരത്തോടുള്ള വഞ്ചനയായിരുന്നു. വിശ്വാസത്തിലും ചെറുത്തുനിൽപ്പിലും ദീർഘകാലം നിലനിന്ന ഒരു രാജ്യത്തിന്റെ അന്തസ്സിനോടുള്ള അപമാനമായിരുന്നു. ഒരു കാലത്തെ വിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ചുമരുകളിൽ ഷായുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചതായി മഷാദിലൂടെ നടക്കുമ്പോൾ അലി കണ്ടു. പള്ളികൾ നിശബ്ദമായിരുന്നു. എന്നാൽ ആ നിശബ്ദതയ്ക്കിടയിൽ ഒരു പുതിയ ദൃഢനിശ്ചയം വളരാൻ തുടങ്ങി. 1954 അലി ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കേന്ദ്രമായ ഖുമ്മിലേക്ക് പഠനത്തിനായി പോയി. തീവ്രമായ സംവാദങ്ങളുടെയും ഭക്തിയുടെയും ബൗദ്ധിക മികവിൻ്റെയും സ്ഥലമായിരുന്നു അക്കാലത്ത് ഖും. എന്നാൽ എല്ലാറ്റിനും ഉപരിയായി അലിയുടെ ജീവിതം എന്നേക്കുമായി മാറ്റി ആധുനിക ഇറാന് ഗതി രൂപപ്പെടുത്തിയ സാക്ഷാൽ ആയത്തുല്ലാ റുഹുല്ല ഖുമൈനിയെ ഖുമ്മിൽ വെച്ച് അലി കണ്ടുമുട്ടി. അതിനെ 20-ാം നൂറ്റാണ്ടിന്റെ സംഗമം എന്ന് വിശേഷിപ്പിച്ചാൽ പോലും അധികമാകില്ലായിരുന്നു. ലോകം പിന്നീട് അറിയുന്നത്രയും വലിയ വിപ്ലവകാരിയായി ആയത്തുല്ലാ ഖുമൈനി അന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അചഞ്ചലമായൊരു ഉറപ്പുണ്ടായിരുന്നുവെന്ന് അലി ഖുമൈനി പിന്നീട് ഓർമ്മിച്ചെടുത്തിട്ടുണ്ട്. ആയത്തുല്ലാ ഖുമൈനിയുടെ ക്ലാസുകൾ അലി മുമ്പ് പങ്കെടുത്ത ക്ലാസുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം കേവലം ദൈവിക നിയമത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നില്ല, അദ്ദേഹം അത് ശ്വാസമാക്കി ജീവിക്കുകയായിരുന്നു. വിമർശനാത്മകമായി ചിന്തിക്കാനും ആഴത്തിൽ പരിശോധിക്കാനും നിയമത്തിന്റെ വെറും അർത്ഥം മാത്രമല്ല അതിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കാനും അദ്ദേഹം അലിയടക്കമുള്ള വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചു. ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെ കൃത്യതയോടെയും ഒരു പ്രവാചകന്റെ വിശ്വാസത്തോടെയും ആയത്തുല്ലാ ഖൊമൈനിയുടെ വാക്കുകൾ ആഞ്ഞടിച്ചു.
അയത്തുള്ള ഖൊമൈനിയുടെ കീഴിൽ അലി ഉസുലുൽ ഫിഖ് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി ഇസ്ലാമിക നാഗരികതയെ രൂപപ്പെടുത്തിയ സാന്ദ്രവും സങ്കീർണവുമായ നിയമഗ്രന്ഥങ്ങൾ അലി പഠിക്കുമ്പോൾ രാവും പകലും ഒന്നായി മാറി. മതപാഠശാല അലിയുടെ യുദ്ധക്കളമായിരുന്നു. ഓരോ പുസ്തകത്തിലെയും ഓരോ വരിയും ഒരു വാളും ഒരു പരിചയം, പഠിക്കേണ്ട ഒരു സത്യവുമായിരുന്നു. എന്നാൽ പാഠ്യപദ്ധതി മാത്രമല്ല ഖുമ്മിനെ അക്കാലത്ത് അസാധാരണമാക്കിയത്. ഉപരിതലത്തിൽ തിളച്ചു മറിയുന്ന ധിക്കാരത്തിൻ്റെ ചൈതന്യമായിരുന്നു അത്. വിദ്യാർത്ഥികൾ മര്യാദയുള്ളവരും ബഹുമാനമുള്ളവരുമായിരുന്നെങ്കിലും ഷായുടെ ഭരണത്തോടുള്ള വർദ്ധിച്ചു വരുന്ന അതൃപ്തി മനസ്സിൽ കൊണ്ടു നടക്കും. ഇറാനിലെ വൈരുദ്ധ്യം സഹിക്കാനാവാത്തതായിരുന്നു. സ്വന്തം നിയമമല്ലാതെ മറ്റൊരു നിയമവും അനുസരിക്കാത്ത ഒരാൾ ഭരിക്കുന്ന നാട്ടിൽ അവർ ദൈവത്തിൻ്റെ നിയമം പഠിച്ചു. 1955 ആയപ്പോഴേക്കും അലി ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നില്ല. മതത്തെ യഥാർത്ഥ ലോകത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ലെന്ന് വിശ്വസിച്ച പണ്ഡിതന്മാരുടെയും ചിന്തകരുടെയും സജീവമായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അലി മാറിയിരുന്നു. അലിയുടെ ശ്രദ്ധ ഫിക്കിനപ്പുറത്തേക്ക് വികസിച്ചു. അലി ഇസ്ലാമിക തത്വചിന്തയിലേക്ക്, പ്രത്യേകിച്ച് മുല്ല സദ്രയുടെയും അല്ലാമ തബത്തബായിയുടെയും കൃതികളിലേക്ക് മുഴുകി. അവരുടെ ആശയങ്ങൾ മനുഷ്യൻ്റെ നിലനിൽപ്പ്, ധാർമ്മികത, മെറ്റാഫിസിക്സ്, ദൈവിക നീതിയുടെ യഥാർത്ഥ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള അലിയുടെ ധാരണയെ വെല്ലുവിളിച്ചു. ആയത്തുള്ള ഖുമൈനി പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യമായി കണ്ടത് അലി ഖുമൈനി പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായിട്ടായിരുന്നില്ല അദ്ദേഹം സംസാരിച്ചത്, മറിച്ച് ഉമ്മത്തിൻ്റെ മുഴുവൻ വേദനയും ഹൃദയത്തിൽ പിറന്നൊരു മനുഷ്യനായിട്ടായിരുന്നു. നിശബ്ദത കൂട്ടുനിൽക്കലാണെന്നും പ്രവൃത്തിയോടുകൂടാത്ത വിശ്വാസം ശൂന്യമാണെന്നും ലോകം കത്തിയെരിയുമ്പോൾ ഇസ്ലാം വെറുതെ പള്ളിയിലിരിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും ആയത്തുള്ള ഖുമൈനി അവർക്ക് മുന്നറിയിപ്പ് നൽകി. യുക്തിശാസ്ത്രം, അറബി വ്യാകരണം, പ്രാരംഭ കർമ്മശാസ്ത്രം എന്നിവയിൽ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഇതിനിടെ ഖുമ്മിൽ അലി പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് മക്കാസിബ്, റസായിൽ, കിഫായ തുടങ്ങിയ വികസിത ഗ്രന്ഥങ്ങളുടെ മേഖലയിലേക്ക് അലി പ്രവേശിച്ചു. ഇവ കേവലം അക്കാദമിക വ്യായാമങ്ങളായിരുന്നില്ല, ദൈവിക നിയമത്തെ വ്യാഖ്യാനിക്കാനുള്ള ഉപകരണങ്ങളായിരുന്നു. 1957 അലി എഴുതാൻ തുടങ്ങി. വായനകളിൽ നിന്നും സംവാദങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ കുറിപ്പുകളിൽ നിന്നും വ്യക്തിപരമായ ചിന്തകളിൽ നിന്നുമാണ് ഇത് ആരംഭിച്ചത്. അല്ലാമ തബത്തബായിയെയും സയ്യിദ് ഖുത്ബിനെയും പോലുള്ളവരുടെ വിപ്ലവകരമായ ചൈതന്യത്തെയും പ്രചോദനമാക്കി തൗഹീദിനെക്കുറിച്ച് അലി എഴുതി. ഇസ്ലാം നമസ്കാരപ്പായയിലോ മിമ്പറിലോ ഒതുങ്ങി നിൽക്കാൻ പാടില്ലെന്ന് അലി വാദിച്ചു. അത് പൊതുമണ്ഡലത്തിൽ പ്രവേശിക്കണം, അത് അനീതിയെ നേരിടണം, സ്വേച്ഛാധിപത്യത്തെ ചെറുക്കണം. ഈ എഴുത്തുകൾ വിനയാന്വിതമായിരുന്നെങ്കിലും സഹവിദ്യാർത്ഥികൾക്കും യുവ പുരോഹിതന്മാർക്കുമിടയിൽ രഹസ്യമായി പ്രചാരം നേടി. ചിലർക്ക് അവ വളരെ ധിക്കാരപരമായി തോന്നി, മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, അവ ലഹരി പിടിപ്പിക്കുന്നതായിരുന്നു. അലിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അഹംഭാവത്തെക്കുറിച്ചായിരുന്നില്ല. നമ്മുടെ വിശ്വാസത്തിന്മേൽ നിശബ്ദതയുടെ ഭാരം അടിച്ചമർത്തുന്നതായി അലിക്ക് തോന്നി. അത് മാറ്റാൻ അയാൾ ആഗ്രഹിച്ചു, അല്പമെങ്കിലും. 1958 ഖുമിൽ നിന്നും അലി ജന്മസ്ഥലമായ മഷദിലേക്ക് മടങ്ങി. നഗരത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല. അതേ പുരാതന ഇടവഴികൾ, ഇമാം റസയുടെ മന്ദിരത്തിൻ്റെ അതേ ഗംഭീരമായ പ്രൗഢി. എന്നാൽ അലി മാറിയിരുന്നു. പള്ളികളിലും സ്വകാര്യ കൂട്ടായ്മകളിലും അലി പ്രഭാഷണങ്ങൾ നടത്താൻ തുടങ്ങി. പ്രത്യേകിച്ച് യുവാക്കളായ മതവിദ്യാർത്ഥികൾക്ക് അലിക്ക് നേരെ അവരുടെ ചോദ്യങ്ങളുണ്ടായി. സ്വേച്ഛാധിപത്യത്തെ നേരിടുന്നതിൽ ഇസ്ലാമിൻ്റെ പങ്കെന്താണ്? ഒരു മതപണ്ഡിതന് ഒരു രാജാവിനെതിരെ സംസാരിക്കാൻ കഴിയുമോ? സാമൂഹിക നീതിയെക്കുറിച്ച് ഖുർആൻ എന്തു പറയുന്നു? വിവരങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നത് മാത്രമല്ല അധ്യാപനം എന്ന് അലി മനസ്സിലാക്കി. 1959 അലിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുകളുണ്ടായി. അത് അയാളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായിരുന്നു. നല്ലതിനായാലും മോശത്തിനായാലും രാഷ്ട്രീയ ചെറുത്തുനിൽപ്പിൻ്റെ ലോകത്തേക്ക് അലി പൂർണ്ണമായി കടന്നുവന്ന വർഷമായിരുന്നു അത്. അലി ചിന്താകുലനായി. മുഹമ്മദ് റസാ ഷായുടെ കീഴിലുള്ള പഹ്ലവി ഭരണകൂടം പാശ്ചാത്യ ശക്തികളുമായുള്ള സഖ്യത്താൽ ധൈര്യപ്പെട്ട് കൂടുതൽ സ്വേച്ഛാധിപത്യപരമായി വളർന്നിരിക്കുന്നു. അത് അതിൻ്റെ ഏകാധിപത്യത്തെ നവീകരണത്തിൻ്റെ പേരിൽ മറച്ചു പിടിക്കുകയാണ്. പുരോഗതിയുടെ ഭാഷ ഉപയോഗിച്ച് മതത്തെ തകർക്കുകയും പുരോഹിതന്മാരെ നിശബ്ദരാക്കുകയും ദരിദ്രരെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. പള്ളികൾ പോലും നിരീക്ഷിക്കപ്പെടുന്നു. മതപാഠശാലകളിൽ രഹസ്യ പോലീസ് നുഴഞ്ഞുകയറുന്നു. ഇറാനെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിന് സ്ഥാനമില്ലെന്ന് രാജാവ് വ്യക്തമാക്കി കഴിഞ്ഞെന്ന് അലി വിശ്വസിച്ചു. ആ വർഷം അലി ചെറിയൊരു ഗ്രൂപ്പിനെ സംഘടിപ്പിച്ചു. അവർ രഹസ്യമായി കൂടിക്കാഴ്ച നടത്താൻ തുടങ്ങി. ബേസ്മെന്റുകളിലും വീടുകളിലും മതപഠന ഗ്രൂപ്പുകളുടെ മറവിലും ചർച്ചകൾ നടന്നു. അവർ നിരോധിക്കപ്പെട്ട മതസാഹിത്യം പങ്കുവച്ചു. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ കൃതികൾ മുതൽ ഈ മേഖലയിലുടനീളം വികസിച്ചുകൊണ്ടിരുന്ന വിപ്ലവകരമായ ഇസ്ലാമിക ചിന്തകൾ വരെ അതിലുണ്ടായിരുന്നു. ആയത്തുള്ള ബുറൂജർദിയുടെ പ്രസംഗങ്ങൾ അവർ വിശകലനം ചെയ്യുകയും ആയത്തുള്ള റുഹുല്ല ഖുമൈനിയെക്കുറിച്ച് ആവേശം കൊള്ളുകയും ചെയ്തു. അന്നതൊരു സംഘടിത പ്രസ്ഥാനമായിരുന്നില്ല. അവർക്ക് യൂണിഫോമുകളോ മുദ്രാവാക്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇറാനിയൻ രഹസ്യ പോലീസായ സാവാക് ഈ സംഘത്തെ തിരിച്ചറിഞ്ഞു. അലിയുടെ സുഹൃത്തുക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, നാടുകടത്തപ്പെട്ടു. ചിലർ എന്നേക്കുമായി അപ്രത്യക്ഷരായി. എന്നാൽ തൻ്റെ ജീവിതം എത്ര നീണ്ടതായാലും ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കുമെന്ന് അലി അപ്പോഴേ തീരുമാനിച്ചിരുന്നു. സുരക്ഷയേക്കാൾ പ്രധാനമാണ് അന്തസ്സ് എന്ന് അലിയുടെ പിതാവ് അയാളെ പഠിപ്പിച്ചിരുന്നു. അലിയുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, നിന്റെ ശബ്ദം വിറച്ചാലും സത്യം പറയുക.
വർഷം 1960. അലിക്ക് 21 വയസ്സായിരുന്നു. ഇറാനിൽ ഷായുടെ ഭരണം പിടിമുറുക്കുന്നു. അമേരിക്കൻ സ്വാധീനം കാളകൂടവിഷം പോലെ ഇറാനിലെ മതസ്ഥാപനങ്ങളിലടക്കം നുഴഞ്ഞുകയറിയെന്ന് അലിയടക്കമുള്ള സംഘം വിശ്വസിച്ചു. ഈ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ അവർക്ക് പ്രതീക്ഷയോടെ നോക്കാൻ ഒരേയൊരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ: ഇമാം ആയത്തുള്ള ഖുമൈനി. ഖുമ്മിലെ പഠനകാലത്ത് അലി ഖുമൈനി തന്റെ അധ്യാപകനായ ആയത്തുള്ള ഖുമൈനിയുമായി ആത്മബന്ധം സ്ഥാപിച്ചിരുന്നു. അദ്ദേഹം അലിയെ ശ്രദ്ധിച്ചിരുന്നു, അവനിൽ ഒരു അഗ്നിയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലെ. മറ്റു പുരോഹിതന്മാർ ഭയന്ന് മാറി നിന്നപ്പോൾ ആയത്തുള്ള ഖുമൈനി മാത്രമാണ് സംസാരിക്കുന്നതെന്ന് അലി വിശ്വസിച്ചു. മറ്റുള്ളവർ പാരമ്പര്യത്തിന്റെ ചുമരുകൾക്കുള്ളിൽ ആശ്വാസം തേടിയപ്പോൾ അദ്ദേഹം ചെറുത്തുനിൽപ്പിലേക്ക് വിരൽ ചൂണ്ടി. നീതിയുടെയും ഭരണത്തിന്റെയും മനുഷ്യന്റെ അന്തസ്സിന്റെയും ചലനാത്മകവും സജീവവുമായ ഒരു വ്യവസ്ഥയായി ഇസ്ലാമിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അലി അത്രമേൽ ആകൃഷ്ടനായിരുന്നു. 1960 മഷഹദിൽ തിരിച്ചെത്തിയ ശേഷം അലി ആയത്തുള്ള ഖുമൈനിയുടെ നിരീക്ഷണങ്ങൾ പ്രഭാഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. ആദ്യം അലി അത് ശ്രദ്ധിച്ചാണ് ചെയ്തത്. ഷായുടെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. മഷഹദിലെ പല പണ്ഡിതന്മാരും അതിനിടെ പത്യമടക്കി മാളത്തിൽ ഒളിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾ സത്യം കേൾക്കാനും അഴിമതിയെക്കുറിച്ചും വിദേശാധിപത്യത്തെക്കുറിച്ചും ഇറാനെ നശിപ്പിക്കുന്ന ധാർമ്മിക അധപ്പതനത്തെക്കുറിച്ചും സംസാരിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് അലിക്കറിയാം. അലി തിങ്ങി നിറഞ്ഞ ഹാളുകൾക്കും പള്ളിമുറ്റങ്ങൾക്കും മുന്നിൽ അന്തസ്സിനെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വേച്ഛാധിപത്യത്തെ എതിർക്കാനുള്ള ഇസ്ലാമിക കടമയെക്കുറിച്ചും സംസാരിച്ചു. ചില പ്രഭാഷണങ്ങളിൽ അലി പരിധിക്കപ്പുറം പോയി. ഖുമൈനിയെ നേരിട്ട് പേര് പറയാതെ അലി ഉദ്ധരിച്ചു. അടിച്ചമർത്തലിന് മുന്നിലെ നിശബ്ദത ഇസ്ലാമിനോടുള്ള വഞ്ചനയാണെന്ന് മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരുതരം നിശബ്ദത പരന്നു. ചിലർ ഭയന്നു, ചിലർക്കത് ഊർജമായി. അന്ന് പ്രസംഗപീഠം കേവലം ആത്മീയ മാർഗനിർദ്ദേശത്തിനുള്ള ഇടമല്ല, അതൊരു യുദ്ധക്കളമാണെന്ന് അലി മനസ്സിലാക്കി. 1961 അറബ് ഇസ്ലാമിക ലോകത്തെ വിപ്ലവകരമായ ആശയങ്ങൾ പേർഷ്യൻ ഭാഷ സംസാരിക്കുന്നവർക്ക് ലഭ്യമാകണമെന്ന് അലിക്ക് തോന്നി. അതിന് നല്ല പരിഭാഷകർ വേണ്ടിയിരുന്നു. രഹസ്യമായി പ്രചരിച്ചിരുന്ന ചില കൃതികളുണ്ടായിരുന്നു: ഈജിപ്റ്റ്, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങളും പ്രബന്ധങ്ങളും. പൊളിറ്റിക്കൽ ഇസ്ലാം, ചെറുത്തുനിൽപ്പിന് ദൈവശാസ്ത്രം, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൃതികൾ. ഇവയിൽ പലതും അറബിയിലായിരുന്നു. ഒടുവിൽ അലി തന്നെ വിവർത്തനം ചെയ്യാൻ തുടങ്ങി. നിശബ്ദമായി, ശ്രദ്ധാപൂർവം, രാത്രിയിൽ മെഴുകുതിരി വെളിച്ചത്തിലോ മങ്ങിയ ബൾബുകൾക്ക് കീഴിലോ അലി ഈ ഗ്രന്ഥങ്ങളോടൊപ്പം ഇരുന്നു. സയ്യിദ് ഖുത്തുബ്, ഇറാഖി പുരോഹിതന്മാർ, പരിഷ്കരണവാദികളായ പണ്ഡിതന്മാർ എന്നിവരുടെ കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് മാറ്റി. ഈ വിവർത്തനങ്ങൾ യുവ മതവിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ, ബസാറി വ്യാപാരികൾ എന്നിവർക്കിടയിൽ പ്രചരിച്ചു. അത് കൈകളിൽ നിന്ന് കൈകളിലേക്കും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കും കൈമാറപ്പെട്ടു. അതേ വർഷം ആയത്തുള്ള ഖുമൈനിയുമായി ബന്ധപ്പെട്ട മറ്റു പുരോഹിതന്മാരുമായും ബുദ്ധിജീവികളുമായും അലി ആഴത്തിലുള്ള കത്തിടപാടുകൾ ആരംഭിച്ചു. അവർ കോഡ് ഭാഷയിൽ സംസാരിച്ചു, രഹസ്യമായി കണ്ടുമുട്ടി. ഇറാന്റെ അന്തരീക്ഷം സംഘർഷഭരിതമായിരുന്നു. ഷായുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സാവാക്കിന്റെ ഏജന്റുമാർ ഓരോ നഗരത്തിലും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. 1962 ഷാ രാജാവ് തന്റെ ധവള വിപ്ലവം ആരംഭിച്ചത്. അതിരുകൾ ഭേദിക്കുന്ന ആധുനികവൽക്കരണവും പാശ്ചാത്യവൽക്കരണവുമായിരുന്നു ലക്ഷ്യം. ഭൂമി വിതരണം, സ്ത്രീകളുടെ വോട്ടവകാശം, സാക്ഷരതാ പ്രചരണങ്ങൾ എന്നിവയെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ പുറമേ തിളക്കമുള്ള ഈ പദ്ധതിക്ക് പിന്നിൽ ഇരുണ്ട സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. പുരോഹിതന്മാരെ ദുർബലപ്പെടുത്താനും ജനങ്ങളുടെ ആത്മീയ ജീവരേഖ വിച്ഛേദിക്കാനും ഇറാനെ പാശ്ചാത്യ സാമ്പത്തിക സൈനിക താൽപ്പര്യങ്ങളുമായി കൂടുതൽ ബന്ധിപ്പിക്കാനുമുള്ള ഒരു കണക്ക് കൂട്ടിയ ശ്രമം. ഷായുടെ ഉത്തരവ് വായിച്ച നിമിഷം അലി പിന്നീട് ഓർമ്മിച്ചിട്ടുണ്ട്. അലിയുടെ കൈകൾ വിറച്ചു. ഭയന്നിട്ടായിരുന്നില്ല, കോപം കൊണ്ട്. ഷാ പഹ്ലവി പുരോഗതിയെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ അലി അതിൽ കണ്ടത് കൃത്രിമത്വമായിരുന്നു. രാജാവ് സമത്വത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ അലി കണ്ടത് അടിമത്തമായിരുന്നു. ഷാ ജനങ്ങളെ സേവിക്കുകയായിരുന്നില്ല, അദ്ദേഹം വാഷിങ്ടണിനെയും ലണ്ടനെയും സേവിക്കുകയായിരുന്നുവെന്ന് അലി കരുതി. അലി കൂടുതൽ ശക്തമായി സംസാരിക്കാൻ തുടങ്ങി. പ്രഭാഷണങ്ങളിൽ ഈ പരിഷ്കാരങ്ങളെ ഇസ്ലാം വിരുദ്ധമായി അലി അപലപിച്ചു. ഇസ്ലാം പുരോഗതിക്കെതിരല്ലെന്ന് അലി തൻ്റെ വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. എന്നാൽ പുരോഗതി ജനങ്ങളെ സേവിക്കുന്നതിനാവണം, അവരെ അടിമകളാക്കാനല്ല. ആ വർഷം മഷഹദിൽ പ്രാദേശിക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ അലി സഹായിച്ചു. ആ വർഷം ജൂണിൽ ഇമാം ആയത്തുള്ള ഖുമൈനി ഖൂമിൽ തൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണം നടത്തി. ഒരു മതപണ്ഡിതൻ അതുവരെ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഷായെ അപലപിച്ചു. അത് ഇടിമുഴക്കം പോലെയായിരുന്നു. അത് ഭരണകൂടത്തിൻ്റെ അടിത്തറ ഇളക്കി. ഷാ ഭരണകൂടം ആയത്തുള്ള ഖുമൈനിയെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്ത മഷഹദിൽ ഇടിമിന്നൽ പോലെയായിരുന്നു. തങ്ങളുടെ ഗ്രാൻഡ് മുഫ്തിയെ അറസ്റ്റ് ചെയ്യുക, ചിന്തിക്കാൻ പോലും കഴിയാത്തത്. പക്ഷെ അത് സംഭവിച്ചിരുന്നു. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ വേണമെന്ന് അലിക്കറിയാമായിരുന്നു. ഖുമൈനിയെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്കകം അലി മഷഹദിലെ തിങ്ങി നിറഞ്ഞ പള്ളിക്ക് മുന്നിൽ നിന്ന് ഖുമൈനിക്ക് നേരെയുള്ള ആക്രമണം ഇസ്ലാമിന് നേരെയുള്ള ആക്രമണമാണെന്ന് പ്രഖ്യാപിച്ചു. ഷാ തൻ്റെ റെഡ് ലൈൻ ലംഘിച്ചിരിക്കുന്നുവെന്ന് അലി ജനക്കൂട്ടത്തോട് ആക്രോശിച്ചു. ഇറാനിലെ നഗരങ്ങളിൽ പിന്നീട് നടന്ന പ്രക്ഷോഭം കാട്ടുതീ പോലെ പടരുന്നതും രൂക്ഷവുമായിരുന്നു. പ്രതിഷേധക്കാർ തെരുവുകളിലേക്ക് ഒഴുകിയെത്തി.
ടെഹ്റാനിൽ, ഖുമിൽ, ഷിറാസിൽ, മഷദിൽ രക്തം ചിന്തി. ഷായുടെ സൈന്യം വെടിയുതിർത്തു. നൂറുകണക്കിന് പേർ മരിച്ചു. അത് ഇസ്ലാമിക് ഉണർവിൻ്റെ ആരംഭമായിരുന്നു. ജനങ്ങളുടെ ക്ഷേമം നശിക്കുകയും അവരുടെ ധൈര്യം ഉണരുകയും ചെയ്ത നിമിഷം അതായിരുന്നുവെന്ന് അലി ഖുമൈനി ഓർക്കുന്നു. മഷദിൽ ഷായ്ക്കെതിരെ സംസാരിക്കാനും സംഘടിപ്പിക്കാനും ചെറുത്തു നിൽക്കാനും തയ്യാറായ യുവ പുരോഹിതനെ തേടി രഹസ്യ പോലീസ് എത്താൻ അധികം താമസമുണ്ടായില്ല. 1963 വേനൽക്കാലത്ത് ഒരു രാത്രി വൈകി അവർ അലിയുടെ വീടിൻ്റെ വാതിലിൽ മുട്ടി. അലി വാതിൽ തുറന്നപ്പോൾ സിവിൽ വേഷധാരികളായ ഉദ്യോഗസ്ഥർ നിശബ്ദമായി കാത്തു നിൽക്കുന്നത് കണ്ടു. വാക്കുകളുടെ ആവശ്യമില്ലായിരുന്നു. അലി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അവരുടെ കൈ ചുംബിച്ചു. ഒരു പ്രാർത്ഥന മന്ത്രിച്ചു. പോലീസിനൊപ്പം പോയി. രഹസ്യ പോലീസ് അലിയുടെ കണ്ണ് കെട്ടി ഇരുണ്ട ഇടനാഴികളിലൂടെ ചോദ്യം ചെയ്യാനുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി. അവർ ഖുമൈനിയെക്കുറിച്ചും അലിയുടെ പ്രഭാഷണങ്ങളെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചും ചോദിച്ചു. അലി അവരോട് സത്യം പറഞ്ഞു. അലി ഇമാമിനൊപ്പം നിന്നു. അലി ഇസ്ലാമിനൊപ്പം നിന്നു. അലി നിശബ്ദനായിരിക്കില്ല. പോലീസ് അലിയെ ദിവസങ്ങളോളം തടങ്കലിൽ വെച്ചു. ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. എന്നാൽ ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും ആ നിമിഷങ്ങളിൽ പോലും അലിക്ക് ഒരുതരം വിചിത്രമായ സമാധാനം തോന്നി. ഇമാം അറസ്റ്റ് ചെയ്ത് തുറുങ്കിലകപ്പെട്ടപ്പോൾ താൻ എവിടെയായിരിക്കണോ അവിടെ തന്നെയാണ് താനെന്ന് അലിക്ക് അറിയാമായിരുന്നു. ചെറുത്തുനിൽപ്പിൻ്റെ പാത ആരംഭിച്ചിരുന്നു. രഹസ്യമായും സിദ്ധാന്തത്തിലുമല്ല, മറിച്ച് പ്രവൃത്തിയിൽ. അലി തൻ്റെ ആദ്യ ചുവട് വെച്ചിരുന്നു. വിപ്ലവത്തിന് ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ തീപ്പൊരി ആളിക്കത്തിയിരുന്നു. 1964 അലി തടങ്കലിൽ നിന്ന് മോചിതനായി. പക്ഷേ മോചനം പേരിന് മാത്രമായിരുന്നു. ഭരണകൂടത്തിൻ്റെ കണ്ണുകൾ അലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ വിട്ടുകളയേണ്ടയാളല്ല ഈ 23കാരനെന്ന് രഹസ്യ പോലീസിന് അപ്പോഴേക്കും വ്യക്തമായിരുന്നു. ടെഹ്റാനിലും ഷായുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സാവാക്ക് അവരുടെ രേഖകളിൽ അലിയുടെ പേര് വട്ടമിട്ട് അടയാളപ്പെടുത്തിയിരുന്നു. സിവിൽ വേഷധാരികളായ ഏജന്റുമാർ അലിയെ പിന്തുടർന്നു. അലി വീട്ടിലേക്ക് തന്നെ പോയി. അലിയുടെ പിതാവ് നിശബ്ദമായ അഭിമാനത്തോടെ തലയാട്ടി. അലിയെ കൊണ്ടുപോയ ശേഷം അവരുടെ വീട് ഒരു നിശബ്ദ യുദ്ധക്കളമായി മാറിയിരുന്നു. സുരക്ഷാ ഏജന്റുമാർ മാതാപിതാക്കളെ മാറി മാറി ചോദ്യം ചെയ്യുകയും അയൽവാസികളെ ഉപദ്രവിക്കുകയും ചെയ്തു. അലി മഷദിൽ അധ്യാപനത്തിലേക്ക് തന്നെ മടങ്ങി. ഖുർആൻ വ്യാഖ്യാനത്തിലും ഇസ്ലാമിക തത്വചിന്തയിലും പാഠങ്ങൾ നൽകി. പക്ഷേ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെയാണ് സംസാരിച്ചത്. ഒരു മൈൻ ഫീൽഡിൽ നടക്കും പോലെ വാക്കുകൾ തിരഞ്ഞെടുത്തുപയോഗിച്ചു. സത്യം സ്വേച്ഛാധിപതികളെ എങ്ങനെ ഭയപ്പെടുത്തുന്നു എന്ന് അലി നേരിട്ട് കണ്ടിരുന്നു. ഒരു പ്രഭാഷണത്തിലോ ചർച്ചയിലോ അലി അല്പം ശബ്ദമുയർത്തുമ്പോഴെല്ലാം അവരുടെ സാന്നിധ്യത്തിൻ്റെ ഭാരം അയാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പിൻനിരകളിൽ ഇരിക്കുന്ന അദൃശ്യരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ല, വിധിക്കാൻ വേണ്ടിയാണ് കുറിപ്പുകൾ എടുക്കുന്നതെന്ന് അലിക്കറിയാം. എങ്കിലും ഭയം അയാളെ നിശബ്ദനാക്കിയില്ല. വിപ്ലവ പ്രവർത്തനങ്ങളുമായുള്ള അലിയുടെ ബന്ധം ആഴത്തിലായി. അന്ന് നജഫിൽ പ്രവാസിയായിരുന്ന ഇമാം ആയത്തുള്ള ഖുമൈനിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അലി മറ്റു പുരോഹിതന്മാരുമായും വിദ്യാർത്ഥികളുമായും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അവർ ഇമാമിൻ്റെ പ്രസ്താവനകൾ പ്രചരിപ്പിച്ചു. പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്തു. രാത്രിയുടെ മറവിൽ കൈമാറി. ആയത്തുള്ള ഖൊമൈനിയുടെ ശബ്ദം അവരുടെ മനസാക്ഷിയുടെ ശബ്ദമായി മാറിയിരുന്നു. ഭയത്തിൻ്റെ മൂടുപടത്തെ ഭേദിച്ച് കടന്നുപോയ ഒരു നിലവിളിയായിരുന്നു അത്. മൻസൂറ അലിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 1965 അലിക്ക് 26 വയസ്സ്. അവളുടെ മുഴുവൻ പേര് മൻസൂറ ഖോജസ്തെ ബാഗർ സാദേഹ് എന്നായിരുന്നു. മൻസൂറ മഷാദിലെ അലിയുടെ കുടുംബത്തെ പോലെ മതപണ്ഡിതരുടെ വീട്ടിൽ ജനിച്ച് നിഷ്ഠയോടെ വളർത്തപ്പെട്ടവളാണ്. അവരുടേത് ആധുനിക ലോകത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് ജനിച്ച ഒരു കഥയായിരുന്നില്ല. പ്രണയഗാനങ്ങളോ ക്ഷണികമായ അടുപ്പങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് വിനയത്തിലും ആത്മാർത്ഥതയിലും പൊതിഞ്ഞ ഹൃദയങ്ങളുടെ ഒത്തുചേരലായിരുന്നു. വിവാഹാലോചന പഴയ പാരമ്പര്യമനുസരിച്ചാണ് നടന്നത്. അവൾ അലിയോട് ചോദിച്ചു, നിങ്ങളോടൊപ്പമുള്ള ജീവിതം എങ്ങനെയായിരിക്കും? അലി അവളോട് സത്യം പറഞ്ഞു. താൻ തിരഞ്ഞെടുത്ത പാത എളുപ്പമുള്ള ഒന്നായിരുന്നില്ലെന്ന്. ഒരാശയത്തോടും ഒരു ലക്ഷ്യത്തോടും ഖുറാനോടും ജനങ്ങളോടും താൻ ഇതിനകം വിവാഹിതനാണെന്ന്. കഷ്ടപ്പാടുകളും വേർപാടുകളും ഒരുപക്ഷെ പീഡനങ്ങളും ഉണ്ടാകുമെന്ന്. താമസിയാതെ അവരുടെ വിവാഹം നടന്നു. അതേ വർഷം അലിയുടെ വീട്ടിലേക്ക് സാവാക്ക് ഏജന്റുമാർ വീണ്ടും ഇരച്ചു കയറി. അവർ വാതിലിൽ മുട്ടിയില്ല, അത് ചവിട്ടി തുറന്നു. അയൽവാസികളുടെ കൺമുന്നിൽ അലിയെ ഒരു കുറ്റവാളിയെപ്പോലെ വലിച്ചിഴച്ചു. അലിയുടെ പുസ്തകങ്ങൾ കണ്ടുകെട്ടി, കുറിപ്പുകൾ കീറിമുറിച്ചു, ഖുറാൻ തറയിലെറിഞ്ഞു. ഇത്തവണ ജയിൽ കൂടുതൽ ഇരുണ്ടതായിരുന്നു. സാവാക്കിൻ്റെ ഏറ്റവും കുപ്രസിദ്ധമായ തടങ്കൽ കേന്ദ്രങ്ങളിൽ ഒന്നായ ടെഹ്റാനിലേക്ക് അവർ അലിയെ കൊണ്ടുപോയി. അവിടെ ചോദ്യം ചെയ്യൽ വെറും വിവരങ്ങൾ ശേഖരിക്കുക എന്നതിനപ്പുറം ആത്മാവിനെ തകർക്കുക എന്നതായിരുന്നു. അവർ അലിയുടെ വിശ്വാസത്തെ അപമാനിച്ചു, വിശ്വാസങ്ങളെ പരിഹസിച്ചു. അലിയെ ഭരണകൂടത്തിൻ്റെ ശത്രുവായും രാജ്യദ്രോഹിയായും ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പീഡനങ്ങളുടെ പരമ്പരയായിരുന്ന 180 ദിവസങ്ങൾക്ക് ശേഷം അലി മോചിതനായി. അലി ജയിലിൽ നിന്ന് പുറത്തു വന്നത് തകർക്കപ്പെട്ടവനായിട്ടായിരുന്നില്ല, മറിച്ച് പുനർജനിച്ചവനായിട്ടായിരുന്നു. അറസ്റ്റ് ഭീഷണിയില്ലാതെ പള്ളികളിലും കൂട്ടായ്മകളിലും സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭരണകൂടത്തെ വ്യക്തമായും ലക്ഷ്യബോധത്തോടെയും വിമർശിക്കുന്ന ലഘുലേഖകളും പ്രബന്ധങ്ങളും അലി പ്രചരിപ്പിക്കാൻ തുടങ്ങി.
ഭരണകൂടത്തിൻ്റെ അഴിമതിയെക്കുറിച്ചും പാശ്ചാത്യ ശക്തികളോടുള്ള അതിൻ്റെ കൂറിനെക്കുറിച്ചും ഇസ്ലാമിക മൂല്യങ്ങളെ അത് അശുദ്ധമാക്കിയതിനെക്കുറിച്ചും അലി എഴുതി. സാധാരണക്കാരെ ഞെരുക്കുന്ന ദാരിദ്ര്യത്തിലേക്കും ഷായുടെ ആഡംബരവും സാധാരണക്കാരുടെ നിരാശയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അന്തരത്തിലേക്കും അലി ആ കുറിപ്പുകളിലൂടെ ശ്രദ്ധ ക്ഷണിച്ചു. ഒരു സമൂഹത്തിന് അവിശ്വാസത്തെ സഹിക്കാൻ കഴിയുമെന്നും എന്നാൽ അനീതിയെ സഹിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ ഇമാം അലിയെ അദ്ദേഹം ഉദ്ധരിച്ചു. ഈ ലഘുലേഖകൾ കൈകൊണ്ടെഴുതി രഹസ്യമായി പകർത്തി വിദ്യാർത്ഥികളുടെയും പണ്ഡിതന്മാരുടെയും വിശ്വസ്തമായ ഒരു ശൃംഖലയിലൂടെയാണ് വിതരണം ചെയ്തത്. എഴുത്തുകൾ നിശബ്ദമായി വിശ്വാസികൾക്കിടയിൽ മന്ത്രണം പോലെ പരന്നു. ഒന്ന് ടെഹ്റാനിലെ ബസാറിലെത്തിയെന്നും മറ്റൊന്ന് ഖുമിലേക്കും നജഫിലേക്കും പോലും വഴി കണ്ടെത്തിയെന്നും അലി പിന്നീട് കേട്ടു. വാക്കുകൾ പറന്നുപോയിരുന്നു. ഈ ലഘുലേഖകൾക്കൊപ്പം അലി ഖുമൈനി എന്ന പേരും പരക്കുകയായിരുന്നു ഇറാനിലെമ്പാടും. 1967 അലിക്ക് ഒരു സ്ഥലത്ത് അധികകാലം തങ്ങാൻ കഴിഞ്ഞില്ല. രഹസ്യ പോലീസ് വേട്ടപ്പട്ടികളെപ്പോലെ മണത്തു നടക്കുകയായിരുന്നു. മഷദ്, ഖും, ടെഹ്റാൻ. അലി മാറി മാറി താമസിച്ചു. അത്യാവശ്യ സാധനങ്ങൾ മാത്രമെടുത്ത് വിശ്വസ്തരോട് മാത്രം സമ്പർക്കം പുലർത്തി അലി ദേശാന്തരം നടത്തി. പക്ഷേ ചെല്ലുന്നയിടങ്ങളിലെല്ലാം അലി ഖൊമൈനിയെ കേൾക്കാൻ ആളുകൂടി. ഓരോ നഗരത്തിലും അലി ചെറിയ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ സംസാരിക്കും. സഹവിപ്ലവകാരികളെ ഏകോപിപ്പിക്കും. സത്യത്തിനു വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറായ ധീരരായ യുവത്വങ്ങളെ അലി കണ്ടു. വാളിനേക്കാൾ മൂർച്ചയുള്ള മനസ്സുകളുള്ള പണ്ഡിതന്മാരെ കണ്ടു. അടിച്ചമർത്തപ്പെട്ടവരെ കണ്ടു. തൊഴിലാളികളെ, കർഷകരെ, കടയുടമകളെ, നീതിക്ക് വേണ്ടി കരയുന്നവരെ, തങ്ങൾക്ക് അഭ്യം നൽകാൻ വേണ്ടി മാത്രം അവരുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹിക്കുകയും സുരക്ഷയെ അപകടപ്പെടുത്തുകയും ചെയ്തവരെ. രാവിലെ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുറപ്പില്ലാതെ തണുത്ത മുറികളിൽ അലി ഉറങ്ങിയ രാത്രികളായിരുന്നു അത്. 1968 അലി തൻ്റെ യൗവനത്തിൻ്റെ നിഷ്കളങ്കതയെല്ലാം ഉപേക്ഷിച്ചിരുന്നു. ഇറാനിലെ ജനങ്ങൾ, പോരാട്ടവീര്യമുണ്ടായിരുന്ന മനുഷ്യർ, ആധുനികത എന്ന് പേരിട്ട് മറച്ചുവെച്ച സാമ്രാജ്യത്വ അഹങ്കാരത്തിൻ്റെ ഭാരത്താൽ ഞെരുക്കപ്പെടുകയാണെന്ന് അലി പ്രസംഗിച്ചു. അലിയുടെ പ്രസംഗപീഠങ്ങൾക്ക് താഴെ വലിയ വിപ്ലവത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. ഒരു നിശബ്ദ ചെറുത്തുനിൽപ്പ് രൂപം കൊള്ളുകയായിരുന്നു. നജഫിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഇമാം ആയത്തുള്ള ഖുമൈനിയുടെ ശബ്ദമുള്ള ഒരൊറ്റ കാസറ്റ് ടേപ്പ് അവർക്ക് ആഴ്ചകളോളം ഊർജം നൽകി. അവരെല്ലാം ആ ദിവസത്തിനു വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഷായുടെ സ്വേച്ഛാധിപത്യം അവസാനിക്കുന്ന ദിവസം. 1969 അലിയുടെ പിറകെ കൂടിയ രഹസ്യ പോലീസിൻ്റെ നിഴലുകൾക്ക് ദൈർഘ്യം കൂടി. അലിയുടെ കത്തുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് വായിക്കപ്പെടുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. അവർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. കണ്ണാടികൾക്ക് പിന്നിലെ കണ്ണുകൾ, ഓരോ ക്ലാസ് മുറിയിലും ചെവികൾ. അലിയുടെ പ്രഭാഷണങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു. കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തു. ചിലർ ആഴ്ചകളോളം അപ്രത്യക്ഷരായി, മറ്റുള്ളവർ വർഷങ്ങളോളം. ഒരു വിദ്യാർത്ഥി, 20 വയസ്സ് പോലും തികയാത്തവൻ, തകർന്ന വിരലുകളോടും പേടിപ്പിക്കുന്ന കണ്ണുകളോടും കൂടി എവിൻ ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയത് അലി കണ്ടു. അയാൾക്ക് ഖുറാൻ പഴയതുപോലെ പാരായണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അക്കാലത്ത് അലി ഫിഖുൽ ഹുക്കുമയിൽ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ക്ലാസിക്കൽ ഉറവിടങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും പ്രവാസത്തിലായിരുന്ന ഇമാം ആയത്തുള്ള ഖുമൈനി പുനരുജ്ജീവിപ്പിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്ത ആശയങ്ങളായിരുന്നു അതേ. അദ്ദേഹത്തിൻ്റെ വിലായത്തുൽ ഫഖി അഥവാ ഇസ്ലാമിക നിയമജ്ഞൻ്റെ രക്ഷാകർതൃത്വം എന്ന ആശയം വ്യക്തതയും ശക്തിയും നേടുകയായിരുന്നു. അത് കേവലം ദൈവശാസ്ത്രപരമായ ഊഹാപോഹമായിരുന്നില്ല, അതൊരു വിപ്ലവകരമായ രൂപരേഖയായിരുന്നു. അവർ സംവാദങ്ങൾ നടത്തി. ആധുനിക സമൂഹത്തിൽ ഒരു ഫഖീഹിൻ്റെ പങ്കെന്താണ്? ഒരു മതപണ്ഡിതന് ഒരു രാഷ്ട്രത്തെ നയിക്കാൻ കഴിയുമോ? ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ നീതി എങ്ങനെയിരിക്കും? ഇവയൊന്നും ഇനി സൈദ്ധാന്തിക ചോദ്യങ്ങളല്ലെന്ന് അലി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. ചരിത്രം ചലിക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു വലിയ ഏറ്റുമുട്ടൽ വരുന്നുണ്ട്. അവർ തയ്യാറെടുക്കാൻ ആഗ്രഹിച്ചു. ആയുധങ്ങളാലല്ല, ജ്ഞാനത്താൽ. ബുള്ളറ്റുകളാലല്ല, വിശ്വാസത്താൽ. കൂട്ടായ്മകളിലെത്തുന്നവരുടെ എണ്ണം കൂടി. അലി മണിക്കൂറുകളോളം സംസാരിക്കും. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. ഖുറാൻ, ഹദീസ്, മഹാനായ പണ്ഡിതന്മാരുടെ കൃതികൾ, അൽ മുഫീദ്, അൽ തൂസി, അല്ലാമ ഹില്ലി എന്നിവ ഉദ്ധരിക്കും. കൂടാതെ എപ്പോഴും ഒരു മുന്നറിയിപ്പോടെ അവസാനിപ്പിക്കും. ഈ മതിലുകൾക്ക് പുറത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഇപ്പോൾ വേണ്ട. എന്നാൽ സമയം വരുമ്പോൾ എല്ലായിടത്തും സംസാരിക്കുക. താൻ സംസാരിച്ച ഓരോ വാക്കും രേഖപ്പെടുത്തുന്നുണ്ടെന്ന് അലിക്കറിയാമായിരുന്നു. ഏത് നിമിഷവും സവാക്കിന് വാതിലുകൾ തകർത്ത് തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകാം. പക്ഷേ ഭയം ഒരിക്കലും ആവശ്യകതയെ മറികടന്നില്ല. 1972 അലിയുടെ ജീവിതം രഹസ്യ പോലീസ് ഒരു നരകമാക്കി മാറ്റി. ആ വർഷം അവർ വീണ്ടും തേടിയെത്തി. അതിരാവിലെ അവർ വാതിലിൽ മുട്ടി. അലി വാതിൽ തുറന്നപ്പോൾ നിരവധി സിവിൽ വേഷധാരികളായ ഉദ്യോഗസ്ഥരെ കണ്ടു. അവർക്ക് പിന്നിൽ സായുധ കാവൽക്കാർ നിന്നു. അലി തൻ്റെ കുട്ടികളെ ചുംബിച്ചു. ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കി. ജയിലിൽ സമയത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു. സെൽ ചെറുതും ശൂന്യവും തണുത്തതുമായിരുന്നു. ചോദ്യം ചെയ്യലുകൾ ക്രൂരമായിരുന്നു. അലിയെക്കൊണ്ട് ഇമാം ആയത്തുള്ള ഖുമൈനിയെ തള്ളിപ്പറയിപ്പിക്കാൻ, രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് സമ്മതിപ്പിക്കാനാണ് സവാക് ശ്രമിച്ചത്. അലി അതനുവദിച്ചില്ല. ജയിലിലും അലി പഠനവും പഠിപ്പിക്കലും തുടർന്നു. എഴുതി. സഹതടവുകാരുമായി സംവാദം നടത്തി. ചുവരുകളിലൂടെ പാഠങ്ങൾ മന്ത്രിച്ചു. മാസങ്ങൾക്ക് ശേഷം
അലി മോചിതനായി. അത് ദയയല്ലെന്ന് അലിക്കറിയാമായിരുന്നു. അത് ഷായുടെ പീഡിപ്പിക്കലാണ്. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ അറസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല എന്ന ഭയപ്പെടുത്തൽ. അടുത്ത വർഷം 1973 അലി മഷഹദിലേക്ക് മടങ്ങി. മഷഹദിൽ അപ്പോഴേക്കും ഇമാം ആയത്തുള്ള ഖൊമേനിയുടെ അടുത്തയാൾ എന്ന സ്ഥാനം അലിക്ക് ലഭിച്ചിരുന്നു. മഷഹദിലെ ആയത്തുള്ള ഹാഷിമി, നജഫാബാദി, ആയത്തുള്ള തബസി തുടങ്ങിയ പണ്ഡിതരെല്ലാം അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോഴും അലിയുടെ വീട്ടിൽ ഒന്നിലധികം തവണ റെയ്ഡ് നടന്നു. 1974 ഭരണകൂടത്തിന് അലിയെ അറസ്റ്റ് ചെയ്യുന്നത് പ്രായോഗികമല്ലെന്ന് ബോധ്യമായി. അലിയെ നാടുകടത്താൻ ഉത്തരവിറങ്ങി. രഹസ്യ പോലീസ് അലിയെ മഷഹദിൻ്റെ അതിർത്തിയിൽ കൊണ്ടുപോയി വിട്ടു. പിന്നെ ഇറാനിലെമ്പാടും നിരന്തര അലച്ചിൽ. പ്രവാസത്തിലും സംസാരിക്കാൻ അലി വഴികൾ കണ്ടെത്തി. കത്തുകൾ അയച്ചു, ചിലപ്പോൾ രഹസ്യമായി കടത്തി. വിശ്വസ്തരായ ദൂതന്മാരെ അലി കണ്ടെത്തും. കോഡ് ഭാഷ ഉപയോഗിക്കും. മതപഠനത്തിൻ്റെ മറവിൽ ചെറിയ ഒത്തുചേരലുകൾ നടത്തും. ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള ഇമാം ആയത്തുള്ള ഖൊമൈനിയുടെ സ്വപ്നം പങ്കുവയ്ക്കും. അടുത്ത വർഷം 1975 മഷഹദിലേക്ക് മടങ്ങാൻ അലിക്ക് അനുവാദം ലഭിച്ചു. പ്രവാസത്തിലെ മഷഹദ് മാറിയിരുന്നു. ജനങ്ങൾ കൂടുതൽ അസംതൃപ്തരും നിരാശരുമായിരുന്നു. വിലകൾ കുതിച്ചുയരുകയായിരുന്നു. അഴിമതി വർദ്ധിച്ചിരിക്കുന്നു. കൂടുതൽ യുവാക്കൾ സവാക്കിൻ്റെ തടവറകളിൽ അപ്രത്യക്ഷരാകുന്നുണ്ടായിരുന്നു. തൻ്റെ പഴയ ശൃംഖലയുമായി അലി വീണ്ടും ബന്ധപ്പെട്ടു. പുരോഹിതന്മാർ, വിദ്യാർത്ഥികൾ, ബസാറുകൾ, യുവജന ഗ്രൂപ്പുകൾ. അവർ വീണ്ടും ക്ലാസുകൾ നടത്താൻ തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ചയും നടത്തുന്ന നിർദോഷമെന്ന് തോന്നുന്ന മതപ്രഭാഷണങ്ങളിൽ ഫറവോയെയും മൂസയെയും ഹുസൈനെയും യസീദിനെയും കർബലയെയും സ്വേച്ഛാധിപത്യത്തിന് മുന്നിൽ സത്യത്തെയും കുറിച്ച് അലി സംസാരിച്ചു. ജനങ്ങൾക്ക് അത് മനസ്സിലായി. 1977 ഒക്ടോബറിൽ മഷഹദിലെ അലിക്കും കൂട്ടർക്കും ഹൃദയഭേദകമായ വാർത്ത ലഭിച്ചു. ഇമാം ആയത്തുള്ള ഖൊമൈനിയുടെ മൂത്ത മകൻ മുസ്തഫ ഖൊമൈനി ഇറാഖിലെ നജഫിൽ വെച്ച് മരിച്ചു. ഷാ ഭരണകൂടം അതിനെ ഹൃദയാഘാതമാണ് കാരണമെന്ന് വ്യാഖ്യാനിച്ചു. പക്ഷേ ഇറാനിലെമ്പാടും ആയത്തുള്ള ഖൊമൈനിയുടെ അനുയായികൾ അത് ഷാ നടത്തിയ കൊലപാതകമെന്നാണ് ആരോപിച്ചത്. ഇമാം ഖുമൈനിക്ക് മകൻ മുസ്തഫ ഒരു മകനേക്കാൾ കൂടുതലായിരുന്നു. അദ്ദേഹം ഇമാമിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്നു. ഇമാമിൻ്റെ പ്രവാസത്തെ രാജ്യത്തെ ചെറുത്തുനിൽപ്പുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ഇമാമിന് വ്യക്തിപരമായ നഷ്ടം മാത്രമല്ല, പ്രസ്ഥാനത്തിലെ അലി അടക്കമുള്ളവർക്ക് ഒരു മുറിവായിരുന്നു. മഷഹദിൽ മതപരമായ ചടങ്ങുകളുടെ മറവിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ അലിയും കൂട്ടരും ഒരുങ്ങി. രഹസ്യ പോലീസ് പിന്നാലെ എത്തി. 1978 ഇറാനിലെ അന്തരീക്ഷം ചൂടുപിടിക്കാൻ തുടങ്ങി. ഒരു സർക്കാർ നിയന്ത്രിത പത്രത്തിൽ ഇമാമിനെതിരെ വന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു തുടക്കം. ഖുമിൽ ആദ്യം പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മഷഹദിലും സമാനമായ നടപടിക്ക് അലി ആഹ്വാനം ചെയ്തു. പ്രതിഷേധങ്ങൾക്ക് നേരെ പട്ടാളം വെടിവെച്ചു. രക്തം ചിന്തി. ഭരണകൂടം വെടിയുണ്ടകളാൽ മറുപടി നൽകി. അലി വീണ്ടും ഒളിവിൽ പോയി. ഒന്നിലധികം തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1978 നവംബറിൽ ഷാ ഭരണകൂടത്തിനെതിരെ ഇറാൻ കത്തിയിരിയുമ്പോൾ ടെഹ്റാനടുത്ത് ഒരു ഒളിത്താവളത്തിൽ ആയത്തുള്ള ഖൊമൈനിയുടെ വിശ്വസ്തർക്കൊപ്പമായിരുന്നു അലി ഖൊമൈനി. അവർ നടപടികൾ ഏകോപിപ്പിച്ചു. ഒടുവിൽ കാത്തിരുന്ന ആ വാർത്ത അവർ കേട്ടു. 1979 ഫെബ്രുവരി 11 രാജാവ് ഷാ മുഹമ്മദ് റസ പഹ്ലവി ഇറാനിൽ നിന്നും പലായനം ചെയ്തു. രാജാവിൻ്റെ സൈന്യം പിരിച്ചുവിടപ്പെട്ടു. രാജാവിൻ്റെ തിളക്കമുള്ള സ്വർണം പൂശിയ സിംഹാസനം ഒഴിഞ്ഞുകിടന്നു. ഇസ്ലാമിക വിപ്ലവം ഒരു കിംവദന്തിയായിരുന്നില്ല, അത് ഇറാനിലെത്തി. ഇമാം ആയത്തുള്ള ഖൊമൈനി നജഫിലെ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തി. ടെഹ്റാനിൽ ഇമാം വിമാനമിറങ്ങുമ്പോൾ കാത്തുനിന്ന ഏറ്റവും വിശ്വസ്തരായ അനുയായികൾക്കിടയിൽ അലി ഖൊമൈനിയും ഉണ്ടായിരുന്നു. ആ വിമാനം ടെഹ്റാനിലെ ടാർമാക്കിൽ തൊട്ട നിമിഷത്തിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ യാഥാർത്ഥ്യമായത്. അധികം വൈകാതെ തൻ്റെ വിശ്വസ്തർക്ക് പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമൈനി ഭരണത്തിൽ റോളുകൾ നിശ്ചയിച്ചു. സംഘടിപ്പിക്കുക, ജനങ്ങളോട് സംസാരിക്കുക, യുവജനങ്ങളെ നയിക്കുക, ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന ഘടനയ്ക്ക് സംഭാവന നൽകുക എന്നിങ്ങനെ ചുമതലയുള്ള ഗ്രൂപ്പിൻ്റെ നേതാവായി മഷഹദിൽ നിന്നുള്ള അലി ഖൊമൈനി മതിയെന്ന് ഇമാം പ്രഖ്യാപിച്ചു. അതൊരു വലിയ ചുമതലയായിരുന്നു. തൻ്റെ ആത്മീയ പിതാവ് തന്നെ ആദ്യമായി നേരിട്ടേൽപ്പിച്ച ദൗത്യം. അലി വീണ്ടും ഇറാനിൽ അലഞ്ഞു. വിപ്ലവ ശൃംഖല ശക്തിപ്പെടുത്തി. ജനങ്ങളുമായി സംസാരിച്ച് അവർക്ക് ആയത്തുള്ള ഖൊമൈനിയുടെ ഇസ്ലാമിക ഭരണം എന്തായിരിക്കുമെന്ന് ഉദ്ബോധിപ്പിച്ചു. മഷഹദിൽ തൻ്റെ അദൃശ്യ സാന്നിധ്യമായിരുന്ന അലി ഖൊമൈനിക്ക് സ്ഥാനമാനങ്ങൾ വാരിക്കോരി നൽകുന്നതിൽ ആയത്തുള്ള ഖൊമൈനി മടി കാണിച്ചില്ല. 1980 ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പാർലമെൻറ്റായ മജ്ലിസിൽ ടെഹ്റാനെ പ്രതിനിധീകരിച്ച് MP ആയി അലിയെ ഇമാം നിർദ്ദേശിച്ചു. പാശ്ചാത്യ ലോകം ഇറാനെ തങ്ങളുടെ സാധ്യമായ എല്ലാ ചാര സംവിധാനങ്ങളും ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന സമയമായിരുന്നു. അന്തർദേശീയ ഉപരോധവും പരിഷ്കരണവാദികളുടെ എതിർപ്പും മറികടക്കേണ്ടതുണ്ടായിരുന്നു. അതിനിടെ പുതിയ നിരവധി നിയമങ്ങൾ പാസാക്കി. സ്ത്രീ സ്വാതന്ത്ര്യം ലഘൂകരിക്കപ്പെട്ടു. പുതിയ ചുമതലയ്ക്കിടയിലും അലി ഖൊമൈനി മണിക്കൂറുകളോളം എഴുതാനും സംവാദം നടത്താനും ഇമാമിൻ്റെ കാഴ്ചപ്പാട് പ്രതിരോധിക്കാനും ചെലവഴിച്ചു. അതിനിടെ ജൂൺ മാസത്തിലെ ആ ബോംബ് പൊട്ടി. 1981 ജൂൺ 27 അത്. ടെഹ്റാനിലെ അബുസർ പള്ളിയിൽ അലി ഖൊമൈനി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടേപ്പ് റെക്കോർഡർ ബോംബ് പൊട്ടിത്തെറിച്ചു. വലിയ ശബ്ദത്തോടെ.
മുജാഹിദ്ദീൻ ഇ ഖൽഖ് എന്ന MEK-യാണ് ബോംബ് സ്ഥാപിച്ചത്. തൽക്ഷണം അലിയുടെ ലോകം ഇരുട്ടിലായി. കൈ തകർന്നു. ഏറെ നാളുകൾ അലിക്ക് ശബ്ദിക്കാൻ സാധിച്ചില്ല. സ്വനപേശികൾ തകർന്നിരുന്നു. വലിയ വേദനയുണ്ടായെങ്കിലും ജീവനോടെ അലി ഖൊമേനി രക്ഷപ്പെട്ടു. പക്ഷേ മുഴക്കമുള്ള ആ ശബ്ദം ഒരിക്കലും പഴയതുപോലെയായില്ല. ഇമാം ആയത്തുള്ള ഖൊമേനി അലി ഖൊമേനിയെ കാണാനെത്തി. 1982 ഇറാൻ-ഇറാഖ് യുദ്ധം രൂക്ഷമായി. ഇമാമിൻ്റെ യുവ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് നാശത്തിൻ്റെ വക്കിലാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ മത്സരിച്ച് വാർത്ത നിരത്തി. ഇതിനിടെ ആയത്തുള്ള ഖൊമേനി തൻ്റെ വിശ്വസ്തനായ അലി ഖൊമേനിയെ സുപ്രീം ഡിഫൻസ് കൗൺസിലിൽ അംഗമാക്കി. യുദ്ധതന്ത്രം, ദേശീയ പ്രതിരോധം, അതിജീവനം എന്നിങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് ഈ ബോഡിക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. സദ്ദാം ഹുസൈൻ്റെ സേനയെ പാശ്ചാത്യരും പൗരസ്ത്യരും ഒരുപോലെ ആയുധമണിയിക്കുമ്പോൾ ആ ചുമതല വളരെ ഉത്തരവാദിത്തമുള്ളതായിരുന്നു. അവർ ആദ്യകാലത്തെടുത്ത ഓരോ തീരുമാനത്തിനും വലിയ രക്തച്ചൊരിച്ചിലുണ്ടായി. ആരും ജയിക്കാതെയും ആരും തോൽക്കാതെയും യുദ്ധം തുടർന്നു, ഇറാന് ഒരുപാട് മുറിവുകൾ നൽകിക്കൊണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ചെറുപ്പമായിരുന്നു, പക്ഷേ അത് ഇതിനകം ധാരാളം സഹിച്ചിരുന്നു. ആഭ്യന്തര കലഹങ്ങൾ, വിദേശ ഗൂഢാലോചനകൾ, സദ്ദാം ഹുസൈൻ നടത്തുന്ന യുദ്ധം. ഇറാൻ ജനത സങ്കല്പിക്കാനാവാത്ത ത്യാഗങ്ങൾ സഹിച്ചു. ഈ സംഘർഷകാലത്താണ് ഇമാം ആയത്തുള്ള ഖൊമേനി അലി ഖൊമേനിയെ ടെഹ്റാനിലെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പ്രമാണിയായി നിയമിച്ചത്. ടെഹ്റാനിലെ പ്രസംഗപീഠം മതപരമായ പ്രഭാഷണങ്ങൾക്കുള്ള ഒരു മെമ്പർ മാത്രമായിരുന്നില്ല. അത് വിപ്ലവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു. ആ വേദിയിൽ നിന്നുച്ചരിക്കുന്ന ഓരോ വാക്യവും രാജ്യത്തുടനീളം പ്രക്ഷേപണം ചെയ്യപ്പെടുകയും മിത്രങ്ങളാലും ശത്രുക്കളാലും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ആദ്യമായി ആ പ്രസംഗപീഠത്തിലേക്ക് ചവിട്ടിക്കയറിയപ്പോൾ അതിരുകടന്ന ഉത്തരവാദിത്തം തൻ്റെ മേൽ പതിക്കുന്നതായി അലി ഖൊമേനിക്ക് തോന്നി. റേഡിയോയിലും ടെലിവിഷനിലുമായി ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ടെഹ്റാനിലെ വെള്ളിയാഴ്ച ജുമയ്ക്കുള്ളത്. അവരുടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സ്വരം, ധിക്കാരം, പ്രത്യാശ, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കാൻ കാത്തിരിക്കുന്നവർ. യുദ്ധം തുടർന്നു. വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനാ പ്രഭാഷണങ്ങൾ ഒരു സൈനിക നീക്കമായി മാറി. ജനങ്ങളോട് സഹിക്കാനും മുന്നണികളെ പിന്തുണയ്ക്കാനും ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കാനും അലി ഖൊമേനി ആഹ്വാനം ചെയ്തു. രക്തസാക്ഷിത്വത്തെ ഒരു ദുരന്തമായിട്ടല്ല, വിജയമായിട്ടാണ് അലി വിശേഷിപ്പിച്ചത്. ഇസ്ലാമിനോടുള്ള സ്നേഹത്താൽ പ്രചോദിതരായ ഇറാൻ യുവത്വം ആ പ്രസംഗങ്ങൾ കേട്ട് തിരമാല പോലെ യുദ്ധക്കളങ്ങളിലേക്ക് ഒഴുകി. നിർഭയരായി, ദൃഢചിത്തരായി. അവരിൽ അലി ഖൊമേനി ആഷൂറയുടെ ആത്മാവ് കണ്ടു. 1984 ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അലിയുടെ പങ്കാളിത്തം ആഴത്തിലായി. ഒരു രാഷ്ട്രീയക്കാരനാകാൻ അലി ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. ഖുറാൻ്റെയും അഹ്ലുൽ ബൈത്തിൻ്റെയും അധ്യയനത്തിലൂടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതിലും പാണ്ഡിത്യത്തിലും അധ്യാപനത്തിലുമായിരുന്നു അലിയുടെ ഹൃദയം എപ്പോഴും. എന്നാൽ വിപ്ലവം ആ ആത്മീയ സുഖ സൗകര്യങ്ങൾക്കപ്പുറം കടന്നു ചെല്ലാൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം അധികാരത്തിനല്ല, മറിച്ച് തങ്ങൾ രക്തം ചിന്തിയ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനാവണമെന്ന് ഇമാം ആയത്തുള്ള ഖൊമേനി അലി ഖൊമേനിയോട് പറഞ്ഞു. IRP വെറുമൊരു പാർട്ടിയായിരുന്നില്ല, അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നട്ടെല്ലായിരുന്നു. വിശ്വാസികളും പ്രവർത്തകരുമായ ആളുകളെ അത് ഒരുമിപ്പിച്ചു. ഇമാമിനൊപ്പം നിന്നവരെ, ജയിലും പ്രവാസവും അനുഭവിച്ചവരെ, ഷായുടെ പീഡന മുറികളിൽ നിന്ന് അതിജീവിച്ചവരെ, അങ്ങനെ എല്ലാവരെയും. അലി ഖൊമേനിയുടെ ശബ്ദത്തിന് പാർട്ടിയിൽ പ്രാധാന്യം ലഭിക്കാൻ തുടങ്ങി. ഐക്യത്തിനു വേണ്ടിയും വിപ്ലവകരമായ ആവേശത്തിനും സ്ഥാപനപരമായ സ്ഥിരതയ്ക്കുമിടയിലുള്ള സന്തുലിതാവസ്ഥയ്ക്കുമായാണ് ആദ്യഘട്ടത്തിൽ അലി ഖൊമേനി വാദിച്ചത്. യുദ്ധത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും നടുവിലായിരുന്നു 1985 ഇറാനിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. രാജ്യത്തിന് ഉറച്ച കൈകൾ ആവശ്യമായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇമാം ആയത്തുള്ള ഖൊമേനി അലി ഖൊമേനിക്ക് അനുമതി നൽകി. അത് പരമോന്നത നേതാവായ ഇമാമിൻ്റെ ആവശ്യമായിരുന്നു. തൻ്റെ ഏറ്റവും വിശ്വസ്തൻ ആ സ്ഥാനത്ത് വരണമെന്നും ഈ യുദ്ധകാലം നയിക്കണമെന്നും ഇമാം ആഗ്രഹിച്ചു. എന്തായാലും ആയത്തുള്ള ഖൊമേനി നിർത്തിയ സ്ഥാനാർത്ഥി അന്നത്തെ ഇറാനിൽ തോൽക്കുമായിരുന്നില്ല. അലി ഖൊമേനി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ചുമതലയേറ്റ ആദ്യ ദിവസം മുതൽ തൻ്റെ ഓഫീസിൽ ജനറൽമാരുമായി യുദ്ധമീറ്റിങ്ങുകളിലായിരുന്നു അലി ഖൊമേനി. നഗരങ്ങൾ കത്തിയിരിക്കുകയായിരുന്നു. അഹ്വാസ്, അബാദാൻ, ഖുറം ഷഹർ, ഒന്നും ശേഷിക്കാതെ ഇവിടമെല്ലാം ചാമ്പലായി. യുദ്ധകാലത്ത് രാജ്യം ഭരിക്കുന്നത് ഒരിക്കലും ലളിതമല്ല. സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. റൈഫിളുകൾ വാങ്ങാൻ പോലും പണം തികയുന്നില്ല. ഉപരോധങ്ങൾ കടുക്കുന്നു. ഇറാൻ്റെ മുന്നണിയിലെ സൈനികർക്ക് വരെ ഭക്ഷണവും ഇന്ധനവും മരുന്നും റേഷൻ ചെയ്യേണ്ടി വന്നു. എന്നാൽ സദ്ദാം ഹുസൈന് പണത്തിനൊരു കുറവുമുണ്ടായിരുന്നില്ല. അവർ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളിൽ പ്രാർത്ഥനകളും ചർച്ചയുമായി അലി ഖൊമേനിയുടെ കറുത്ത താടി വെളുത്തു. 1986 പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാൻ കോൺട്രാ അഫയർ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നു. രഹസ്യമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ബന്ധമുള്ള ഇടനിലക്കാർ ആയുധ ഇടപാടുകൾ നടത്താൻ ഇറാൻ ഡിഫൻസ് കൗൺസിലിനെ സമീപിച്ചിരുന്നു. നിലനിൽപ്പിന് ആയുധങ്ങൾ ആവശ്യമായിരുന്നു. സ്വാഭാവികമായും അതിന് അനുമതി നൽകപ്പെട്ടു. ഇറാഖിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന അമേരിക്ക അങ്ങനെ ഇറാനു വേണ്ടിയും ആയുധങ്ങൾ വിറ്റു. ലെബനോണിൽ ഹിസ്ബുള്ള തടവിലാക്കിയിരുന്ന അമേരിക്കൻ പൗരന്മാരെ വിട്ടുകിട്ടുന്നതിനാണ് ഇത്തരമൊരു നടപടിക്ക് റൊണാൾഡ് റീഗൻ ഭരണകൂടം മുതിർന്നത്. അതൊരു സങ്കീർണവും ധാർമ്മികവുമായ പ്രശ്നമായിരുന്നു. അമേരിക്കയിലും ഇറാനിലും അത് രാഷ്ട്രീയ കോളിളക്കങ്ങളുണ്ടാക്കി.
പക്ഷേ അലി ഖൊമേനി തൻ്റെ സ്വാഭാവികമായ നയതന്ത്രജ്ഞതയോടെ അതിനെ നേരിട്ടു. അതിജീവനത്തിന് പ്രായോഗികമായ നടപടികൾ ആവശ്യമാണെന്ന കാഴ്ചപ്പാടിനെ പിന്തുണച്ചവരിൽ അലി ഖൊമേനിയും ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഇറാന് സ്വയം പര്യാപ്തമായി നിൽക്കണമെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനെ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ശക്തമായി വാദിച്ചു. IRGC വെറുമൊരു സൈനിക ശക്തിയായിരുന്നില്ല, അത് വിപ്ലവത്തിൻ്റെ ആശയങ്ങളുടെ ജീവിക്കുന്ന മൂർത്തിഭാവമായിരുന്നു. അവർ ശമ്പളത്തിനോ അംഗീകാരത്തിനോ വേണ്ടി പോരാടിയില്ല. അവർ രക്തസാക്ഷിത്വത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ പതാകയ്ക്ക് വേണ്ടി, ഇമാമിൻ്റെ കാഴ്ചപ്പാടിനു വേണ്ടിയാണ് പോരാടിയിരുന്നത്. അലി ഖൊമേനി അതിന് കൈയയച്ച് പണം അനുവദിച്ചു. അവർ പരിശീലനം വിപുലീകരിച്ചു, ലോജിസ്റ്റിക്സ് മെച്ചപ്പെടുത്തി, സാങ്കേതിക സ്വയം പര്യാപ്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. യുദ്ധത്തിനിടയിലും ഇറാനെ ദുരന്തങ്ങൾ വിട്ടൊഴിഞ്ഞില്ല. 1987 ഇറാനിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരെ മക്കയിൽ വെച്ച് സൗദി സേന ആക്രമിച്ചു. അതൊരു കൂട്ടക്കൊലയായിരുന്നു. പ്രാർത്ഥന നടത്തേണ്ടിയിടത്ത് രക്തമൊഴുകി. ഇറാനിൽ നിന്നുള്ള 400 പേരെയാണ് സൗദി സേന മക്കയിൽ കൊലപ്പെടുത്തിയത്. ഇറാഖുമായുള്ള യുദ്ധത്തിനിടയിൽ സൗദിയോടും എതിരിടാനുള്ള ശേഷി ഇറാൻ ഉണ്ടായിരുന്നില്ല. അലി ഖൊമേനി അടിയന്തര യോഗം വിളിച്ചു. ഇറാനിലെമ്പാടും രോഷം ഇരമ്പുകയാണ്. ഇറാൻ അന്തസ്സോടെ പ്രതികരിക്കണമായിരുന്നു. എന്നാൽ അലി ഖൊമേനി സമാധാനത്തിനാണ് ആഹ്വാനം ചെയ്തത്. രക്തസാക്ഷികളായവർ പുണ്യഭൂമിയിലാണ് മരിച്ചു വീണതെന്നും കാലം സൗദി അറേബ്യയോട് കണക്ക് ചോദിക്കുമെന്നും അലി ഖൊമേനി പറഞ്ഞു. സൗദി ഭരണകൂടം അതിൻ്റെ എല്ലാ സമ്പത്തിനും പദവിക്കും കാരണമായ പ്രവാചകന്റെ യഥാർത്ഥ ഇസ്ലാമിനെ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് അലി ഖൊമേനി കുറ്റപ്പെടുത്തി. എന്നാൽ അന്നു മുതൽ ഇസ്ലാമിക ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അലി ഖൊമേനിയുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ കടുപ്പമായി. ലോകത്തിൽ 2 ഇസ്ലാമുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, അമേരിക്കയുടെ പിന്നിൽ വാലാട്ടി നിൽക്കുന്നവരുടെ ഇസ്ലാം. 2, അടിച്ചമർത്തപ്പെട്ടവരുടെയും ചെരുപ്പില്ലാത്തവരുടെയും കർബലയുടെ നാഥന്മാരുടെയും ഇസ്ലാം. 1988 ആയപ്പോഴേക്കും ഇറാഖ് യുദ്ധം 8 വർഷം പിന്നിട്ടു. ഇറാനിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളും മിസൈൽ ആക്രമണങ്ങളിൽ തകർന്നു പോയിരുന്നു. ജനങ്ങൾക്ക് മതിയായി. ഒടുവിൽ പരമോന്നത നേതാവ് ഇമാം ആയത്തുള്ള ഖൊമേനി വെടിനിർത്തൽ അംഗീകരിച്ചു. അത് വിഷമിറക്കുന്നത് പോലെയാണ് പ്രസിഡന്റായിരുന്ന അലി ഖൊമേനിക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ ഇറാന് സ്വയം പുനർനിർമ്മിക്കാനും പരിശീലിക്കാനും വീണ്ടും തലയുയർത്തി നിൽക്കാനും സമയം ആവശ്യമാണെന്ന് ഇമാം അദ്ദേഹത്തോട് പറഞ്ഞു. യുദ്ധാനന്തരം പ്രസിഡന്റ് എന്ന നിലയിൽ അലി ഖൊമേനി പരിവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാജ്യത്തെ നിരന്തര യുദ്ധാവസ്ഥയിൽ നിന്ന് തന്ത്രപരമായ ജാഗ്രതയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നതിലായിരുന്നു ശ്രദ്ധ. നഗരങ്ങളെക്കാൾ ഇറാനിലെ മനുഷ്യരുടെ മനസ്സുകളാണ് ആദ്യം പുനർനിർമ്മിക്കപ്പെടേണ്ടതെന്ന് അലി ഖൊമേനി മനസ്സിലാക്കി. 1989 ജൂൺ 3 അലി ഖൊമേനിയുടെ സൂര്യൻ അസ്തമിച്ചു. പരമോന്നത നേതാവ് ഇമാം ആയത്തുള്ള റൂഹുള്ള മുസാവി ഖൊമേനി അന്തരിച്ചു. ഒരു പിതാവിനെ നഷ്ടപ്പെട്ട മകനെ പോലെ അലി ഖൊമേനി കരഞ്ഞു. അദ്ദേഹം ഒരു നേതാവിനേക്കാൾ കൂടുതലായിരുന്നു. അദ്ദേഹം വിപ്ലവത്തിന്റെ ആത്മാവായിരുന്നു. അവരുടെ പുനരുത്ഥാനത്തിന്റെ ശില്പിയായിരുന്നു. ഇമാമിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ഭരണവിദഗ്ധരുടെയും മതപണ്ഡിതരുടെയും അസംബ്ലി ചേർന്നു. അവർ നോക്കിയത് അലി ഖൊമേനിയെയാണ്. ഇമാം ആയത്തുള്ള ഖൊമേനിയുടെ പിൻഗാമിയായി. അദ്ദേഹത്തിന്റെ മരണത്തിന് പിറ്റേന്ന് 1989 ജൂൺ 4 പരമോന്നത നേതാവായി അലി ഖൊമേനി സ്ഥാനമേറ്റു. റഹ്ബർ, സുപ്രീം ലീഡർ. ആ അധികാര പദവിയിൽ ആദ്യമായി ജനങ്ങൾക്ക് മുന്നിൽ നിന്നപ്പോൾ ചരിത്രത്തിന്റെ ഭാരം അലി ഖൊമേനിക്ക് അനുഭവപ്പെട്ടു. ഇമാമിന് പകരക്കാരനാവാൻ താൻ ശക്തനല്ലെന്ന് അദ്ദേഹം ഇറാനോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാനും വിപ്ലവം സംരക്ഷിക്കാനും ഇസ്ലാമിന്റെ പതാക തന്റെ ഓരോ ശ്വാസത്തിലും ഉയർത്തിപ്പിടിക്കാനും അലി ഖൊമേനി പ്രതിജ്ഞയെടുത്തു. പിന്നീട് ഇറാന്റെ ഏകീകരണത്തിന്റെ കാലമായിരുന്നു. വരും വർഷങ്ങൾക്കുള്ള അടിത്തറ പാകിയ വർഷം. ഇമാമിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് നിലനിൽക്കണമെങ്കിൽ അതിനൊരിക്കലുമില്ലാത്ത രീതിയിൽ ഐക്യം വേണമെന്ന് അലി ഖൊമേനിക്ക് നിശ്ചയമായിരുന്നു. അദ്ദേഹം റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്ക് സൗജന്യങ്ങൾ വാരിക്കോരി നൽകി. വിപ്ലവത്തിന്റെ പാതയോട് അവർ വിശ്വസ്തരായി നിലകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കി. പുരോഹിതർക്കിടയിൽ ഐക്യത്തിനും അച്ചടക്കത്തിനും അലി ഖൊമേനി മുൻകൈയെടുത്തു. ആത്മീയതയും പ്രായോഗികതയും സംയോജിപ്പിച്ച പണ്ഡിതന്മാരെയാണ് അലി ഖൊമേനി പിന്തുണച്ചത്. വിലായത്തുൽ ഫക്കീഹിനെ ഒരു സിദ്ധാന്തമായിട്ടല്ലാതെ നേതൃത്വത്തിന്റെ ഒരു ജീവിക്കുന്ന തത്വമായി വിശ്വസിച്ചവരെ. 1990 ഒരു ശാന്തമായ വർഷമായിരുന്നില്ല. പാശ്ചാത്യ ലോകത്തു നിന്നും ആഭ്യന്തരമായും ഭീഷണികൾ ഉണ്ടായിരുന്നു. എന്നാൽ അലി ഖൊമേനിയുടെ ശ്രദ്ധ അചഞ്ചലമായിരുന്നു. റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ, ഇമാമിന്റെ പാരമ്പര്യം സംരക്ഷിക്കാൻ. ഇസ്ലാം പാശ്ചാത്യ ലിബറലിസവുമല്ല, കിഴക്കൻ മാർക്സിസവുമല്ല, ഇറാന്റെ നാഗരികതയുടെ വഴികാട്ടിയായിരിക്കുമെന്ന് ഉറപ്പാക്കാൻ. 1990കളുടെ ആരംഭത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹൃദയത്തിൽ പുഴുക്കുത്തുകൾ വളരുന്നത് അലി ഖൊമേനിക്ക് രഹസ്യ പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ചു. കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ ഇറാനെ മുന്നോട്ട് കൊണ്ടുപോയ വിപ്ലവത്തിന്റെ അഗ്നി ഈ ആന്തരിക പരീക്ഷണങ്ങളെ നേരിടുകയായിരുന്നു. മതേതര ബുദ്ധിജീവികളെ അലി ഖൊമേനിക്ക് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളോട് പുച്ഛം മറച്ചുവെച്ച് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. പരിഷ്കരണത്തിന്റെയും പുരോഗതിയുടെയും ഭാഷയിൽ പൊതിഞ്ഞ് ഈ ശബ്ദങ്ങൾ ഉച്ചത്തിലാകുന്നത് അലി ഖൊമേനി ശ്രദ്ധയോടെ വീക്ഷിച്ചു. മത റിപ്പബ്ലിക്കിന്റെ ആത്മാവ് ക്ഷയിക്കാൻ തുടങ്ങുന്നത് അലി ഖൊമേനിക്ക് സഹിക്കാനാകുമായിരുന്നില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്ക് അലി ഖൊമേനിക്ക് വെറും രാഷ്ട്രീയ വ്യവസ്ഥയായിരുന്നില്ല,
അത്തരമൊരു വ്യവസ്ഥയിൽ അധികാരം ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു വേദിക്ക് അർഹരുമായിരുന്നില്ല. 1992 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഗാർഡിയൻ കൗൺസിലിന്റെ പങ്ക് ശക്തിപ്പെടുത്താൻ അലി ഖൊമൈനി നീക്കം ആരംഭിച്ചു. ഇസ്ലാമിന്റെയും വിപ്ലവത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളോട് കൂറുള്ളവർ മാത്രമേ നേതൃസ്ഥാനങ്ങളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് അതൊരു അത്യാവശ്യ നടപടിയായിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെ ജനാധിപത്യ വിരുദ്ധമെന്നും മതമൗലികവാദമെന്നും വിശേഷിപ്പിച്ചെങ്കിലും അലി ഖൊമൈനി വകവെച്ചില്ല. ആത്മീയ ദിശാബോധമില്ലാത്ത ജനാധിപത്യം ചുക്കാനില്ലാത്ത കപ്പൽ പോലെയാണ്, പാറക്കെട്ടുകളിലേക്ക് ഒഴുകി നീങ്ങാൻ വിധിക്കപ്പെട്ടതാണ്. ഗാർഡിയൻ കൗൺസിൽ അലി ഖൊമൈനിയുടെ വഴിക്ക് നീങ്ങി. മതവിശ്വാസികളെയും പരിഷ്കരണവാദികളെയും വേർതിരിക്കുന്ന അരിപ്പയായി അത് പ്രവർത്തിച്ചു. 1993 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകൾ അടുത്തപ്പോൾ അലി ഖൊമൈനി കൂടുതൽ ജാഗരൂകനായിരുന്നു. പുതിയ പ്രസിഡന്റ് വിപ്ലവത്തിന്റെ ആദർശങ്ങളുമായി പ്രത്യയശാസ്ത്രപരമായും ആത്മീയമായും യോജിച്ചതായിരിക്കണം. എന്നാൽ അലി ഖൊമൈനി പുതിയ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചില്ല, പരസ്യമായ പിന്തുണയും നൽകിയില്ല. സ്വകാര്യ മീറ്റിംഗുകളിൽ വിപ്ലവത്തിന്റെ തുടർച്ച അനിവാര്യമാണെന്ന് പരമോന്നത നേതാവ് വ്യക്തമാക്കി. ഇറാന്റെ പോരാട്ടത്തിന്റെ ഭാരം മനസ്സിലാക്കുന്ന, പാശ്ചാത്യ ആധുനികതയുടെ മിഥ്യാബോധങ്ങളിൽ വീഴാത്ത ഒരാളെയായിരുന്നു ആവശ്യം. ജനപ്രിയമാകുന്നതിനേക്കാൾ സ്ഥിരതയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. വ്യക്തിയേക്കാൾ വ്യവസ്ഥിതിക്ക് വിജയിക്കണമായിരുന്നു. അതിനിടെ ഇസ്രായേൽ മധ്യേഷ്യയെ അസ്ഥിരമാക്കുന്നതും അലി ഖൊമൈനിയെ പ്രകോപിപ്പിച്ചു. സയണിസത്തെയും പാശ്ചാത്യരെയും കുറിച്ചുള്ള ഇറാന്റെ പരമോന്നത നേതാവിന്റെ കാഴ്ചപ്പാടുകൾ രഹസ്യമായിരുന്നില്ല. അനീതിയിലും അധിനിവേശത്തിലും അടിച്ചമർത്തലിലും കെട്ടിപ്പടുത്ത ഒരു നിയമവിരുദ്ധ സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്ന് അലി ഖൊമൈനി ആവർത്തിച്ചു. അതിനിടെ അമേരിക്കയുമായി അലി ഖൊമൈനി പതിയെ അടുക്കുന്നതായി വാർത്തകൾ പരക്കാൻ തുടങ്ങി. 1995 പക്ഷേ അടക്കം പറച്ചിലുകളും അലി ഖൊമൈനി ഖണ്ഡിച്ചു. അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം തന്റെ അജണ്ടയിലില്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് പരമോന്നത നേതാവ് രാജ്യത്തെയും ലോകത്തെയും അഭിസംബോധന ചെയ്തു. അതിനിടെ 1996 ഹിസ്ബുള്ളയെ പരസ്യമായി പിന്തുണച്ച് അലി ഖൊമൈനി ലോകത്തെ ഞെട്ടിച്ചു. പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ശക്തിപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും പരിശീലനവും ലോജിസ്റ്റിക്സും ഇറാൻ നൽകി. 1997 പരിഷ്കരണവാദിയായ മുഹമ്മദ് ഖദാമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് അലി ഖൊമൈനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. പരമോന്നത നേതാവ് എന്ന നിലയിൽ അലി ഖൊമൈനി മുഹമ്മദ് ഖദാമിയുമായി പരസ്യപോരിന് മുതിർന്നില്ല. ഒരേ ഓഫീസിൽ രണ്ട് മനസ്സുമായിട്ടായിരുന്നു അവരുടെ പ്രവർത്തനം. പക്ഷേ കൃത്യമായ അതിരുകൾ പരമോന്നത നേതാവ് നിലനിർത്തി. റവല്യൂഷണറി ഗാർഡ്സിനെ ശക്തിപ്പെടുത്തി. 1990കളുടെ അവസാനത്തോടെ ഇറാനിലെ മാധ്യമങ്ങളിൽ ലിബറലൈസേഷൻ തരംഗം ആഞ്ഞടിച്ചു. പുതിയ തലമുറയുടെ ശബ്ദമായിരുന്നു അത്. അവർ ഇസ്ലാമിക ഭരണത്തിലെ യാഥാസ്ഥിതിക രീതികളെയും സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെയും ചോദ്യം ചെയ്തു. തുടർന്ന് 6 മാസത്തിനിടെ ഇറാനിൽ കൊല്ലപ്പെട്ടത് 700ഓളം വിമത ബുദ്ധിജീവികളാണ്. അലി ഖൊമൈനി രാജ്യത്തോട് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടും അവസാനിച്ചില്ല. 1999 വേനൽക്കാലത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അടിത്തറ പിടിച്ചുലച്ച അശാന്തിയുടെ തരംഗം തിരിച്ചുവന്നു. ടെഹ്റാൻ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. പരിഷ്കരണത്തിനായുള്ള ആവശ്യമായിരുന്നു അവരുടെ മുദ്രാവാക്യം. അതിനിടെ അലി ഖൊമൈനി പരിഷ്കരണവാദത്തിനു വേണ്ടി വാദിച്ച 5ഓളം മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു. ഇതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധമാണ് പ്രക്ഷോഭമായി മാറിയത്. പാശ്ചാത്യ ശൈലിയിലുള്ള ലിബറലിസത്തിന്റെ ആകർഷണത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും അകപ്പെടുന്നത് പരമോന്നത നേതാവിന് സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിക്രൂരമായാണ് അലി ഖൊമൈനി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ നേരിട്ടതെന്ന് ലോകമെമ്പാടും വിമർശനങ്ങൾ ഉയർന്നു. എസദ് ഇബ്രാഹിം നജത്ത് എന്ന വിദ്യാർത്ഥി വെടിയേറ്റ് മരിച്ചു. പ്രക്ഷോഭം ശക്തമായി. അതിലും ശക്തിയിൽ പരമോന്നത നേതാവ് അതെല്ലാം അടിച്ചമർത്തി. 2000 ആയപ്പോഴേക്കും ഇറാന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമെന്ന് തോന്നിയ മിക്ക പരിഷ്കാരങ്ങളും പ്രാബല്യത്തിലാക്കാൻ അലി ഖൊമൈനിക്ക് കഴിഞ്ഞു. അത് പൂർണ്ണമായും ഇസ്ലാമിന്റെ ചട്ടക്കൂടിലായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന് സ്വപ്നം കാണാനാകാത്ത ആനുകൂല്യങ്ങളാണ് പരമോന്നത നേതാവ് നൽകിയത്. അലി ഖൊമൈനി തന്റെ നിലനിൽപ്പിന് അമിതമായി അവരെ ആശ്രയിച്ചു. അതിന്നും തുടരുന്നു. പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മുഹമ്മദ് ഖദാമിയുടെ പരിഷ്കരണ അജണ്ട ഇറാനിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ, പുതിയ പ്രതീക്ഷകൾ ഉണർത്തിയിരുന്നു. എന്നാൽ അലി ഖൊമൈനി ഇവയെ തീവ്രവാദമെന്ന് മടിയില്ലാതെ വിശേഷിപ്പിച്ചു. താൻ പരിഷ്കരണത്തിനെതിരല്ലെന്ന് മിക്കപ്പോഴും അലി ഖൊമൈനി ആവർത്തിക്കുമായിരുന്നു. ഇസ്ലാം എന്നത് മാറ്റങ്ങൾക്ക് വിധേയമായ ജീവനുള്ള ചലനാത്മക ശക്തിയായിരിക്കുമ്പോൾ തനിക്കെങ്ങനെ അതിനെതിരാകാൻ കഴിയും? എന്നാൽ അടിത്തറയില്ലാത്ത പരിഷ്കരണം, പാശ്ചാത്യരെ അനുകരിക്കാൻ ശ്രമിക്കുന്ന പരിഷ്കരണം എന്നിവ അപകടകരമാണ്. ഒരു ആത്മീയ വഴികാട്ടിയായി മാത്രമല്ല, വിപ്ലവത്തിന്റെ സത്തയുടെ സംരക്ഷകൻ എന്ന നിലയിലുള്ള തന്റെ പങ്ക് ഓരോ പ്രഭാഷണത്തിലും അലി ഖൊമൈനി ആവർത്തിച്ചുറപ്പിച്ചു. തന്റെ അധികാരം അഭിലാഷത്തിൽ നിന്ന് പിറന്നതല്ല, ഉത്തരവാദിത്തത്തിൽ നിന്നുണ്ടായതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ലോകത്തിനു മുന്നിൽ ഇറാനെ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചപ്പോഴും അലി ഖൊമൈനി അത് കൂസിയില്ല. തങ്ങൾ ഒരു തെമ്മാടി ഭരണകൂടമല്ലെന്ന് മാത്രം പറഞ്ഞു. പരമോന്നത നേതാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ശാന്തനായി, എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്തവനായി. അമേരിക്കയിൽ നിന്നുള്ള ശത്രുത പുതിയതല്ലെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ പടിഞ്ഞാറ് നിന്നുള്ള സമ്മർദ്ദങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. പാശ്ചാത്യർ ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അലി ഖൊമൈനിയെ സംബന്ധിച്ചിടത്തോളം വിഷയം ലളിതമായിരുന്നു. ആണവ സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനം ഇറാന്റെ അവകാശമാണ്.
അന്താരാഷ്ട്ര നിയമപ്രകാരം അത് ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അലി ഖൊമേനി ഇത് സംബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഇറാൻ കൂട്ടനശീകരണത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല. മനുഷ്യത്വരഹിതമായ അത്തരം ഉപകരണങ്ങളുടെ ഉപയോഗം ഇസ്ലാം വിലക്കുന്നു. എന്നാൽ സമാധാനപരമായ ആണവോർജ്ജം ഇറാന്റെ ഭാവിയാണെന്ന് അലി ഖൊമേനി വിശ്വസിച്ചു. അലി ഖൊമേനി ഇറാന്റെ ആണവശാസ്ത്രജ്ഞരുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചു. അവരുടെ കഠിനാധ്വാനത്തെ പ്രോത്സാഹിപ്പിച്ചു. അത് ലോകം അറിയുന്നുണ്ടെന്ന് ഉറപ്പാക്കി. ഓരോ ആണവശാസ്ത്രജ്ഞനെയും അദ്ദേഹത്തിന് പേര് വിളിച്ചറിയാമായിരുന്നു. 2004 ഇറാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവായി മാറി. മുദ്രാവാക്യങ്ങളിലും അനുരഞ്ജനത്തിലും മാത്രം ശ്രദ്ധിച്ചിരുന്ന പരിഷ്കരണവാദികൾക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. ഭരണഘടനയെയും വിപ്ലവതത്വങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ ചുമതലപ്പെട്ടവരെന്ന് അലി ഖൊമേനി വിശേഷിപ്പിച്ച ഗാർഡിയൻ കൗൺസിൽ വ്യവസ്ഥിതിയോട് കൂറില്ലെന്ന് സംശയിച്ച് പലരെയും അയോഗ്യരാക്കി. ഇതിനെതിരെ ഒറ്റയ്ക്കും കൂട്ടായും പ്രതിഷേധങ്ങളുണ്ടായി. എല്ലാം അടിച്ചമർത്തപ്പെട്ടു. പരമോന്നത നേതാവ് മുന്നിൽ കണ്ടതുപോലെ ഒരു യാഥാസ്ഥിതിക പാർലമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 2005 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇത്തരം അസ്വാരസ്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ അലി ഖൊമേനി ശ്രദ്ധിച്ചു. ജനങ്ങൾക്ക് വരേണ്യരായ ഭരണാധികാരികളെ മടുത്തിരുന്നു. അവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളെയാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് അലി ഖൊമേനി വിശ്വസിച്ചു. ടെഹ്റാനിലെ മുൻ മേയർ മഹ്മൂദ് അഹമ്മദി നജാദ് അത്തരമൊരു വ്യക്തിയായിരുന്നു. അഹമ്മദി നജാദ് വലിയ വിശ്വാസിയായിരുന്നു. പെരുമാറ്റത്തിൽ ലളിതനായിരുന്നു. വിപ്ലവത്തോടുള്ള പരമോന്നത നേതാവിന്റെ പ്രതിബദ്ധതയിൽ അചഞ്ചലനായിരുന്നു. തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ അലി ഖൊമേനി നേരിട്ടിടപെട്ടില്ല. എന്നാൽ അദ്ദേഹം വിജയിച്ചപ്പോൾ വിപ്ലവകരമായ ആദർശങ്ങളിലേക്ക് മടങ്ങാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ സ്ഥിരീകരണമായി അലി ഖൊമേനി അതിനെ കണ്ടു. അതിനിടെ ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തി. കടുത്ത ഭാഷയിലാണ് അലി ഖൊമേനി പ്രതികരിച്ചത്. ഇറാനെ ഉപരോധിക്കാൻ പടിഞ്ഞാറിന് സാധിക്കില്ലെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. പോരാട്ടം നീതിമാന്മാരുടെ പാതയാണെന്ന് അലി ഖൊമേനി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. അലി ഖൊമേനി പാശ്ചാത്യരോട് പറഞ്ഞു, നമുക്കൊരു ചർച്ച നടത്തണമെങ്കിൽ നിങ്ങൾ ബഹുമാനത്തോടെ വരൂ. എന്നാൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ ചെറുത്തു നിൽക്കും. ഇതിനിടെ അയൽരാജ്യങ്ങളായ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വർദ്ധിച്ചുവരുന്ന അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാനെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. അധിനിവേശങ്ങളെക്കുറിച്ച് അതിനും ഏറെ മുമ്പ് തന്നെ അലി ഖൊമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരം സൈനിക ഇടപെടലുകൾ സമാധാനമല്ല, അസ്ഥിരതയാണ് കൊണ്ടുവരിക. ഈ ഭൂമിയിൽ അമേരിക്കയ്ക്ക് യാതൊരു അവകാശവുമില്ല. അവരുടെ സാന്നിധ്യം ഇറാന്റെ പരമാധികാരത്തിന് ഭീഷണിയായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിക ലോകത്തിന് ഒരു വലിയ അപകടമായിരുന്നു. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അലി ഖൊമേനി ദീർഘകാലമായി വിശ്വസിച്ചിരുന്ന അപകടത്തിന്റെ സ്ഥിരീകരണമായിരുന്നു. പാശ്ചാത്യ മുതലാളിത്ത മാതൃക അടിസ്ഥാനപരമായി തെറ്റാണ്. ഊഹക്കച്ചവടത്തിലും അത്യാഗ്രഹത്തിലും അനീതിയിലും കെട്ടിപ്പടുത്തതാണ് അതെന്ന് പരമോന്നത നേതാവ് വിശ്വസിച്ചു. പ്രധാന ബാങ്കുകളുടെ തകർച്ചയും പാശ്ചാത്യ രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ കഷ്ടപ്പാടുകളും ആ വ്യവസ്ഥയുടെ ധാർമ്മിക പാപ്പരത്വം വെളിപ്പെടുത്തി. ഈ അവസരം അലി ഖൊമേനി ഉപയോഗിച്ചത് ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ബദലിന്റെ ആവശ്യകത ഊന്നിപ്പറയാനാണ്. നീതിയിലും സുതാര്യതയിലും പലിശ നിരാകരിക്കുന്നതിലും അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക സമ്പദ്വ്യവസ്ഥ. അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. 2009 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇറാനെ പ്രക്ഷുബ്ധമാക്കി. പരിഷ്കരണവാദികളായ ചില സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്യുകയും അവരുടെ അനുയായികൾ തെരുവിലിറങ്ങുകയും ചെയ്തപ്പോൾ അലി ഖൊമേനി അതിനെ വെറും രാഷ്ട്രീയ പ്രതിഷേധത്തെക്കാൾ രാജ്യദ്രോഹമായിട്ടാണ് കണ്ടത്. അടിച്ചമർത്തൽ നടപടികളും അത്തരത്തിലായിരുന്നു. വിദേശ മാധ്യമങ്ങളും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വിമർശകരും ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും അലി ഖൊമേനി അക്ഷോഭ്യനായിരുന്നു. അലി ഖൊമേനിക്കെതിരെ ഗ്രീൻ പ്രസ്ഥാനം രൂപം കൊണ്ടു. എന്നാൽ അതിനെയും ഇല്ലാതാക്കാൻ അലി ഖൊമേനിക്ക് അറിയാമായിരുന്നു. ഒരിക്കൽ തനിക്കെതിരെ വന്ന രഹസ്യ പോലീസിനെ തനിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അലി ഖൊമേനി സൈബർ സുരക്ഷയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ഉത്തരവിട്ടു. ഇന്റർനെറ്റ് രാജ്യത്തെ ദുഷിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനായിരുന്നു അത്. സ്വന്തമായി ദേശീയ നെറ്റ്വർക്കുകൾ നിർമ്മിച്ചു. പുതിയ തലമുറ സൈബർ വിദഗ്ധരെ പരിശീലിപ്പിച്ചു. വ്യാപക സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. പുറം ലോകത്ത് ലഭിക്കുന്ന ഒന്നും ഇറാനിൽ ലഭിക്കുമായിരുന്നില്ല. ഇറാൻ അതിന്റെ ആവശ്യമില്ലെന്ന് പരമോന്നത നേതാവ് വിശ്വസിച്ചു. ഇന്റർനെറ്റ് അറബ് വസന്തം എന്ന പേരിൽ ഇസ്ലാമിനെതിരെ തിരിയുന്നതും ഇക്കാലത്ത് അലി ഖൊമേനി കണ്ടു. അതിനെ വിപ്ലവം എന്ന് വിളിച്ചവരെ അലി ഖൊമേനി പരിഹസിക്കുകയാണ് ചെയ്തത്. സിറിയയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. അവർ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പിന്തുണച്ചു. അലി ഖൊമേനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നതുകൊണ്ടല്ല, പക്ഷെ പകരം വരാൻ പോകുന്നത് അതിലും മോശമായിരുന്നതുകൊണ്ടാണ്. സയനിസത്തിനും അമേരിക്കൻ ആധിപത്യത്തിനുമെതിരായ ചെറുത്തുനിൽപ്പിന്റെ മുൻനിരയിലായിരുന്നു സിറിയ. അത് താഴെ പോകാൻ അലി ഖൊമേനി സമ്മതിച്ചില്ല. പേർഷ്യൻ അറബ് പ്രതിരോധാച്ഛതണ്ടിന് ഭീഷണികൾ വർദ്ധിച്ചപ്പോൾ മേഖലയിലുടനീളമുള്ള ഇറാന്റെ സഖ്യകക്ഷികളോടും പ്രാദേശിക ഭീകര സംഘടനകൾക്കും അലി ഖൊമേനിയുടെ ഇറാൻ കൈയച്ച് പണം നൽകി. എന്നാൽ അവർ കൊന്നൊടുക്കിയത് മുഴുവൻ മുസ്ലിങ്ങളെയായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ പോരാളികൾ, സിറിയയിലെ പ്രതിരോധക്കാർ, യമനിലെ ഹുത്തികൾ എല്ലാവർക്കും ഇറാൻ കൈയച്ച് പണവും ആയുധങ്ങളും നൽകി. ഇവർക്ക് കൂടുതൽ ലോജിസ്റ്റിക് പിന്തുണകൾ നൽകി. 2013 ഇറാനുമേലുള്ള പാശ്ചാത്യ ഉപരോധങ്ങളുടെ സമ്മർദ്ദം മുറുകി വന്നു. ഇറാൻ സമ്പദ്വ്യവസ്ഥയിലും ജനങ്ങളുടെ ജീവിത രീതിയിലും അത് പ്രതിഫലിച്ചു. അതുകൊണ്ടുതന്നെ കൂടുതൽ അനുരഞ്ജനപരമായ നിലപാടുള്ള പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരൻ ഹസൻ റുഹാനി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഗാർഡിയൻ കൗൺസിലിനോട് നിഷ്പക്ഷത പാലിക്കാനാണ് പരമോന്നത നേതാവ് നിർദ്ദേശിച്ചത്. അലി ഖൊമേനിയുടെ ആശീർവാദത്തോടെ റുഹാനി പ്രസിഡന്റായി. ഒരേ ഓഫീസിലിരുന്ന് ഇരുവരും ഇറാനെ ഭരിച്ചു.
ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട അന്തർദേശീയ ചർച്ചകൾ 2014 തീവ്രമായി. കർശനമായ വ്യവസ്ഥകളോടെ അലി ഖൊമേനി ചർച്ചകൾക്ക് അനുമതി നൽകി. ഇറാൻ വരച്ച ചുവന്ന വരകൾ വ്യക്തമായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു നീക്കരുത്, ശാസ്ത്രീയ പുരോഗതി തടയരുത്, സൈനിക കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നൽകരുത്. അലി ഖൊമേനിക്ക് അമേരിക്കക്കാരെ വിശ്വാസമില്ലായിരുന്നു. അവരുടെ വാഗ്ദാനങ്ങളിലും അദ്ദേഹം വിശ്വസിച്ചില്ല. എന്നാൽ ജനങ്ങളുടെ അവിശ്വാസം കുറയ്ക്കാൻ ചർച്ചകൾ വേണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും തന്റെ ആണവ ശാസ്ത്രജ്ഞരെ ഒരു കാര്യം അലി ഖൊമേനി നിരന്തരം ഓർമ്മിപ്പിച്ചു: ചർച്ച എന്നത് ഒരു യുദ്ധം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളിയോട് പുഞ്ചിരിക്കാം, പക്ഷേ അവൻ ഇപ്പോഴും നിങ്ങളുടെ എതിരാളിയാണെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 2015 വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ പാശ്ചാത്യ ശക്തികളുമായി ആണവ കരാറിലെത്തി. അത് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ JCPOA എന്നറിയപ്പെട്ടു. അലി ഖൊമേനിക്ക് അത് ആഘോഷത്തിന്റെ നിമിഷമായിരുന്നില്ല, മറിച്ച് ആഴത്തിലുള്ള ചിന്തയുടെ നിമിഷമായിരുന്നു. പക്ഷെ അത്രയെങ്കിലും അദ്ദേഹത്തിന് ചെയ്യേണ്ടതുണ്ടായിരുന്നു. JCPOA യാഥാർത്ഥ്യമായതോടെ ഉപരോധങ്ങളിൽ ചിലത് ലഘൂകരിക്കപ്പെട്ടു. ഇതോടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ നുഴഞ്ഞുകയറ്റം സംഭവിച്ചതായി മതപുരോഹിതർ പരമോന്നത നേതാവിനോട് പരാതി പറഞ്ഞു. പാശ്ചാത്യർക്ക് ബോംബുകൾ വർഷിക്കേണ്ടിയിരുന്നില്ല. അവർ ആശയങ്ങളും ജീവിതശൈലികളും ആഖ്യാനങ്ങളും ഇറാനിലേക്ക് കയറ്റി അയക്കുകയാണ്. ഇറാനിലെ യുവാക്കൾ പാശ്ചാത്യ മാതൃകകളിലേക്ക് വ്യതിചലിക്കുന്നതും ഇടത്തട്ടുകാർ അവരുടെ ഭാഷ അക്ഷരാർത്ഥത്തിലും പ്രത്യയശാസ്ത്രപരമായും സംസാരിക്കുന്നതും അലി ഖൊമേനി കണ്ടു. രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകാൻ പരമോന്നത നേതാവ് ശബ്ദമുയർത്തി. പാശ്ചാത്യ നുഴഞ്ഞുകയറ്റം ഒരു തന്ത്രപരമായ ഭീഷണിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലെത്തിയപ്പോൾ മാറ്റം വരുമെന്ന് വിശ്വസിക്കാൻ അലി ഖൊമേനിക്ക് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ നിരീക്ഷണം ശരിയായിരുന്നു. ട്രംപിന്റെ വാക്കുകൾ അസഭ്യമായിരുന്നു, ഭീഷണികൾ ഉച്ചത്തിലായിരുന്നു. ഇറാനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അജ്ഞത കൂടുതൽ അപകടകരമായിരുന്നു. ആണവ കരാർ ഉൾപ്പെടെ തന്റെ മുൻഗാമിയുടെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ട്രംപ് പ്രസിഡന്റായത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് പരസ്യമായി വിമർശിച്ചു. അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് ലോകം കാണട്ടെ എന്നാണ് അലി ഖൊമേനി ഭീഷണി മുഴക്കിയത്. വാഷിംഗ്ടണിലായാലും ടെല്ലവീവിലായാലും ഇറാൻ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ല. അലി ഖൊമേനിയുടെ സംശയങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. 2018 JCPOAയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏകപക്ഷീയമായി പിന്മാറുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു. അലി ഖൊമേനി അത്ഭുതപ്പെട്ടില്ല. പക്ഷേ ഇറാനേക്കാൾ പാശ്ചാത്യരെ വിശ്വസിച്ച സ്വന്തം രാജ്യത്തിലെ ചിലരെക്കുറിച്ചുള്ള വിമർശനമാണ് പരമോന്നത നേതാവിൽ നിന്നും ഉണ്ടായത്. അദ്ദേഹം ശാന്തമായ ദൃഢനിശ്ചയത്തോടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു: ഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുകയുമില്ല, കീഴടങ്ങുകയുമില്ല. ഞങ്ങൾ തന്ത്രപരമായ ക്ഷമ സജീവമാക്കും. ഞങ്ങളുടെ ചുവന്ന വരകളുടെ പരിധിക്കുള്ളിൽ ആണവ ഗവേഷണം വികസിപ്പിക്കും. സത്യസന്ധയില്ലായ്മയുടെ വില പാശ്ചാത്യർ കാണുന്നത് വരെ കാത്തിരിക്കും. 2019 അവസാനത്തോടെ ഇന്ധനവിലയിലുണ്ടായ പെട്ടെന്നുള്ള വർധനവ് മൂലം പരമോന്നത നേതാവിന്റെ മുൻകൂർ അനുമതിയോടെ എടുത്ത ഒരു സാമ്പത്തിക തീരുമാനം രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി. പെട്രോളിനും ഡീസലിനും 50% മുതൽ 300% വരെയാണ് പെട്ടെന്ന് വില വർദ്ധിപ്പിച്ചത്. സാധാരണക്കാർ തെരുവിലിറങ്ങി. ആദ്യം അവ നിരാശയുടെ പ്രകടനങ്ങളായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവ ഹൈജാക്ക് ചെയ്യപ്പെട്ടു. വിദേശ ഏജന്റുമാർ, പ്രവാസികൾ, ഓൺലൈൻ ശൃംഖലകൾ തുടങ്ങിയവ ചേർന്ന് അരാജകത്വം വളർത്തിയെന്ന് ഇറാനിയൻ സർക്കാർ ആരോപിച്ചു. പാശ്ചാത്യ ലോകത്ത് ആ പ്രതിഷേധം ബ്ലഡി നവംബർ എന്നറിയപ്പെട്ടു. പൊതുജനങ്ങൾ ബാങ്കുകൾ കത്തിച്ചു, പൊതുമുതൽ ആക്രമിക്കപ്പെട്ടു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ അലി ഖൊമേനി ഉത്തരവ് നൽകി. ഇറാന്റെ 100-ലേറെ പട്ടണങ്ങളിൽ ഇതിനകം പ്രതിഷേധക്കാർ കല്ലോട് കല്ല് ശേഷിക്കാതെ നശിപ്പിച്ചിരുന്നു. 304 പേരെ വെടിവെച്ചു കൊന്ന് ബ്ലഡി നവംബറും അടിച്ചമർത്തപ്പെട്ടു. 2020 ജനുവരിയിൽ അലി ഖൊമേനിയെ ഉലച്ച ഒരു സംഭവമുണ്ടായി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ വിദേശ ഓപ്പറേഷൻ വിഭാഗം തലവൻ ജനറൽ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ വെച്ച് ഒരു അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ രക്തസാക്ഷിയായി. വിട്ടുവീഴ്ചയില്ലാതെ പ്രതികാരം ചെയ്യാനാണ് അലി ഖൊമേനി ഉത്തരവിട്ടത്. അലി ഖൊമേനി ഖാസിം സുലൈമാനിയെ ഒരു ദേശീയ നായകനായി, ആഗോള പ്രതിരോധത്തിന്റെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചു. ഇറാന്റെ മിസൈലുകൾ ഇറാഖിലെ അമേരിക്കൻ താവളങ്ങളിൽ പതിച്ചു. അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയുണ്ടായില്ല. 2021 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ പരമോന്നത നേതാവിന്റെ പിന്തുണ ആർക്കാണെന്നതിന് അടുത്ത വൃത്തങ്ങൾക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. അലി ഖൊമേനിയുടെ വിലയിരുത്തലിൽ സത്യസന്ധനും ആത്മീയവാദിയും ദൃഢചിത്തനുമായ ഇബ്രാഹിം റൈസിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പാശ്ചാത്യർക്കും ആഭ്യന്തര ഉന്നതർക്കും ഭാവി തലമുറകൾക്കും വ്യക്തമായ സന്ദേശമായിരുന്നു അത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഇത്രയും കാലം എന്തായിരുന്നോ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇബ്രാഹിം റൈസിക്കൊപ്പം പ്രതിരോധ സാമ്പത്തിക ശാസ്ത്രം, അഴിമതി വിരുദ്ധ പരിഷ്കാരങ്ങൾ, കിഴക്കുമായുള്ള തന്ത്രപരമായ നയതന്ത്രം എന്നിവയുടെ ഒരു പുതിയ അധ്യായം അലി ഖൊമേനിയുടെ ഇറാൻ ആരംഭിച്ചു. ഹിജാബ് ധരിക്കാത്തതിന് മതപോലീസിന്റെ പിടിയിലായ മഹ്സ അമിനി എന്ന പെൺകുട്ടിയുടെ ദാരുണ മരണം 2022 ഇറാനെ പിടിച്ചുലച്ചു. വിദേശ മാധ്യമങ്ങൾ ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങളെന്ന് വിളിച്ച പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ഇറാന്റെ ഇസ്ലാമിക സ്വത്വത്തിന്റെ അടിത്തറകളെ വെല്ലുവിളിക്കാനുള്ള ഒരു ഏകോപിത ശ്രമമായിട്ടാണ് പരമോന്നത നേതാവ് അതിനെ കണ്ടത്. എന്നാൽ ഇക്കാലം കൊണ്ട് എത്രയേറെ പ്രതിഷേധങ്ങൾ കണ്ട കണ്ണുകളാണ് അലി ഖൊമേനിയുടേത്. അതെങ്ങനെ നേരിടണമെന്നും ലോകമാധ്യമങ്ങളെ വകവെക്കാതിരിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 2023 ചൈനയുമായും റഷ്യയുമായുമുള്ള ഇറാന്റെ സഖ്യങ്ങൾ സാമ്പത്തികമായി മാത്രമല്ല ഭൂമിശാസ്ത്രപരമായും ശക്തിപ്പെട്ടു.
ഏകധ്രുവ ലോകം എന്ന അമേരിക്കൻ സ്വപ്നം നടക്കില്ലെന്ന് അലി ഖൊമൈനി പ്രഖ്യാപിച്ചു. ചൈനയും റഷ്യയും തുല്യ ദുഃഖിതരായിരുന്നു. അവർക്ക് ഇറാനെ കൊണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു. 2025 ആദ്യ മാസങ്ങളിൽ ടെഹ്റാനിലെ അന്തരീക്ഷം സംഘർഷഭരിതമായി. വർഷങ്ങളായി മേഖലയിൽ ഉരുണ്ടുകൂടിയ കൊടുങ്കാറ്റ് ഒടുവിൽ അതിൻ്റെ സംഹാരതാണ്ഡവും ആരംഭിച്ചിരുന്നു. അൽ-അഖ്സ വീണ്ടും അപമാനിക്കപ്പെട്ടു. ഇരുമ്പിൻ്റെയും തീയുടെയും ഭാരത്താൽ ഗാസ രക്തം വാർന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളികൾ നിശബ്ദതയുടെ അറയിൽ പ്രതിധ്വനിക്കുന്ന ഇടിമുഴക്കം പോലെ അലി ഖൊമൈനിയുടെ കാതുകളിലെത്തി. വർഷങ്ങളായി ഇറാൻ തയ്യാറെടുത്തിരുന്നു. യുദ്ധത്തിനല്ല, അന്തസ്സിന് വേണ്ടി. അവരുടെ പ്രതിരോധ അച്ചുതണ്ട് ടെഹ്റാൻ മുതൽ ബെയ്റൂട്ട് വരെയും ഡമാസ്കസ് മുതൽ ബാഗ്ദാദ് വരെയും സനായിൽ നിന്ന് ഗാസ വരെയും വ്യാപിച്ചു കിടന്നു. അലി ഖൊമൈനി എപ്പോഴും പറഞ്ഞിരുന്നു, ഇസ്രായേലിന് ഒരു തെറ്റ് പറ്റിയാൽ ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ടെൽ അവീവിനെയും ഹൈഫയെയും തകർക്കും. ഈ വർഷം ഏപ്രിലിൽ ആ തെറ്റ് സംഭവിച്ചു. ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിന് സമീപമുണ്ടായ ഇസ്രായേലി ആക്രമണത്തിൽ ഇറാൻ്റെ നിരവധി മുതിർന്ന ഉപദേഷ്ടാക്കൾ രക്തസാക്ഷികളായി. അലി ഖൊമൈനി വിപ്ലവ ഗാർഡ്സിൻ്റെയും ഖുദ്സ് ഫോഴ്സിൻ്റെയും സായുധ സേനയുടെയും തലവന്മാരെ വിളിച്ചുകൂട്ടി. അലി ഖൊമൈനിയുടെ സന്ദേശം വ്യക്തമായിരുന്നു. ഇറാനിയൻ രക്തം ചിന്തിയതിൻ്റെ അനന്തരഫലങ്ങൾ ഇസ്രായേൽ മനസ്സിലാക്കണം. ചരിത്രത്തിലാദ്യമായി ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് സ്വന്തം മണ്ണിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് നേരിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. 300-ലധികം ഡ്രോണുകളും മിസൈലുകളും ആകാശത്തിലൂടെ പറന്നുയർന്നു. ഇസ്രായേൽ ഭരണകൂടം അതിൻ്റെ പതിവ് ശൈലിയിൽ പ്രതികരിച്ചു. ഇറാനിയൻ പ്രദേശത്തേക്ക് തിരിച്ചടിച്ച് ആക്രമണങ്ങൾ നടത്തി. എന്നിട്ടും ഇറാൻ ഉറച്ചു നിന്നു. 2025 സംഭവങ്ങൾ അവസാനിച്ചിട്ടില്ല. അലി ഖൊമൈനിയും ഇറാനും തുടരുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 86 വയസ്സായി. അലി ഖൊമൈനിയുടെ പിന്തുടർച്ചയെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ ഇറാനിലുണ്ട്. അതാരാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. അലി ഖൊമൈനിയുടെ മകൻ മുജ്തബ ഖൊമൈനി, മുൻ പ്രസിഡന്റും ഇപ്പോൾ ടെഹ്റാനിലെ ജുമയ്ക്ക് നേതൃത്വം വഹിക്കുന്നയാളുമായ അഹമ്മദ് ഖതാമി, മുൻ ചീഫ് ജസ്റ്റിസും ലരിജാനി കുടുംബത്തിലെ പ്രബലനുമായ സാദിഖ് ലരിജാനി തുടങ്ങിയവരുടെ പേരാണ് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്നത്. മഷാദിലെ ഇടവഴികളിൽ നിന്ന് ഖുമ്മിലെ പ്രസംഗപീഠങ്ങളിലേക്കും ഷാ ഭരണകൂടത്തിന് കീഴിലുള്ള തടവറകളിൽ നിന്ന് വിപ്ലവത്തിൻ്റെ യുദ്ധക്കളത്തിലേക്കും ഭയത്തിന്മേൽ വിശ്വാസത്തിൻ്റെ വിജയം കണ്ടിട്ടുണ്ട് അലി ഖൊമൈനി. പരമോന്നത നേതാവായിരുന്ന ഓരോ തീരുമാനത്തിലും എഴുതപ്പെട്ട പ്രമാണങ്ങളുടെ സ്ഥിരീകരണമുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ്. ഇങ്ങനെയൊരാൾ ജീവിച്ചിരിക്കുന്നത് ലോകത്തിനും ഇറാനും നല്ലതോ ചീത്തയോ എന്ന ചർച്ചകളൊന്നും ഈ നൂറ്റാണ്ടിൽ തീരില്ല. അദ്ദേഹം ഇപ്പോൾ വൃദ്ധനാണ്. പ്രാർത്ഥനയിലും ഖുർആൻ്റെ താളുകളിലും ഇറാൻ്റെ യുവത്വത്തിലും അദ്ദേഹം സമാധാനം കണ്ടെത്തുന്നു.